ഹരേ കൃഷ്ണ. ശ്രീമദ് രാമായണ സത്രത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. എൻ്റെ വിനീതമായ നമസ്കാരം. ഇപ്പോൾ രാമായണം ചെന്നിരിക്കുന്നത് ഹനുമാൻ സ്വാമി സീതാദേവിയെ കണ്ടുമുട്ടുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഹനുമാൻ സ്വാമി സീതാദേവിയെ കണ്ടുമുട്ടുന്നത്. ഒരുപാട് അന്വേഷണത്തിന് ഒടുവിലാണ് ആ 100 യോജന ഹനുമാൻ സ്വാമി ആ ലങ്കയിലേക്ക് ചാടുകയാണ്. ആ ചാട്ടത്തിൻ്റെ ഇടയിലും പല പല പ്രശ്നങ്ങൾ ഹനുമാൻ സ്വാമി നേരിടുകയാണ്. അതിനുശേഷം ലങ്കയിലെത്തിയപ്പോൾ ലങ്കിനിയായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ലങ്കയിലുള്ള ഓരോ മുക്കും മൂലയും എല്ലാം കണ്ടു നോക്കി, അവിടെയെല്ലാം സീതാദേവി ഉണ്ടോ എന്ന് നോക്കി. അവസാനം രാവണൻ്റെ കൂട്ടത്തിൽ കുറേ നാരീജനങ്ങൾ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അവരെയൊക്കെ സൂക്ഷിച്ചു നോക്കി, ഇവരൊക്കെയാണോ, ആരെങ്കിലും സീതയാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെ എങ്ങും കണ്ടില്ല. അവസാനം പിന്നെ ഹനുമാൻ സ്വാമി വളരെയധികം വിഷമിച്ചു. ആദ്യം മണ്ഡോദരിയെ കണ്ടപ്പോൾ ഹനുമാൻ സ്വാമി ഒരു നിമിഷം വിചാരിച്ചു, ഇതാണോ സീതാദേവി? കാരണം രാമൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് യോഗ്യതയുള്ളവളായിരിക്കണമല്ലോ. അതുകൊണ്ട് എല്ലാം കൊണ്ടും സാധാരണ നാരീജനങ്ങളെക്കാട്ടിയും ഒരുപാട് യോഗ്യതയുള്ളതായിട്ട് ആ മണ്ഡോദരിയെ കണ്ടു. എന്നിട്ട് വിചാരിച്ചു ഇത് തന്നെയാണോ എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ രാമനില്ലാതെ ഒരിക്കലും സീതാദേവി ഉറങ്ങത്തില്ല, രാമനില്ലാതെ ഒരിക്കലും ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കത്തില്ല. അതൊക്കെ കൊണ്ട് ഇത് സീതയല്ല എന്ന് മനസ്സിലായി ഹനുമാൻ സ്വാമിക്ക്. പിന്നെ വീണ്ടും വിഷമത്തിലായി. സീതാദേവി ഇനി എങ്ങനെ കണ്ടുപിടിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ചിരുന്നപ്പോഴാണ് അശോക വാടികയിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ സീതാദേവിയെ കണ്ടു. സീതാദേവിയുടെ വസ്ത്രങ്ങളൊക്കെ മലിനമായിട്ടിരിക്കുന്നു, ശരീരമാകെ ശോഷിച്ചു പോയിരിക്കുന്നു. പക്ഷേ ആ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുടെ ലക്ഷണങ്ങൾ വെച്ചിട്ട് ഒരു സാധാരണ സ്ത്രീയല്ല എന്ന് ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി. എന്നിട്ട് ഇത് നോക്കണം, നമ്മുടെ വീക്ഷണത്തിനനുസരിച്ചാണ് നമ്മൾ ഓരോ വ്യക്തികളെയും സാഹചര്യങ്ങളെയും കാണുന്നത്. രാവണൻ സീതാദേവിയെ കാണുമ്പോൾ കാമമാണ് വരുന്നത്, അത് അവൻ്റെ പ്രശ്നമാണ്. ഹനുമാൻ സ്വാമിക്ക് കാണുമ്പോൾ ഒരു ദിവ്യത്വം തോന്നുന്നു. സീതാദേവിയെ കാണുമ്പോൾ നമസ്കരിക്കാൻ തോന്നുന്നു. ജനനി, ജാനകി, ഭഗവാന്റെ സ്വന്തം സ്വാമിയുടെ ഭാര്യ, സ്വന്തം അമ്മ, സ്വാമിനി എന്നുള്ള രീതിയിലുള്ള ചിന്തകളാണ് ഹനുമാൻ സ്വാമിക്ക് വരുന്നത്. അന്നേരം ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള പ്രശ്നം അത് മറ്റൊരാളെക്കുറിച്ചുള്ള പ്രശ്നമാകുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആ പ്രശ്നം നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ വീക്ഷണത്തിനനുസരിച്ചാണ് പ്രശ്നങ്ങളൊക്കെ. മനസ്സിലായില്ലേ? നമ്മളെല്ലാവരും സത്യം പറഞ്ഞ ഒരു ഉന്മാദ അവസ്ഥയിലാണ്. ആ ഭൗതിക ഭവസാഗരത്തിൻ്റെ ആ ഒരു ഉന്മാദാവസ്ഥ. അന്നേരം ഉന്മാദാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ബുദ്ധിയെ ശരിയായിട്ടുള്ള സത്യത്തിൽ നിന്നും മാറ്റി വയ്ക്കുന്നത്, അതിനെയാണ് ഉന്മാദാവസ്ഥ എന്ന് പറയുന്നത്. സത്യത്തെ സത്യമായിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥ. ഉദാഹരണത്തിന് ഈ നമ്മുടെ കള്ളുകുടിയന്മാരെയൊക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കുന്നവരെ നോക്കുകയാണെങ്കിൽ, കള്ള് കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ യഥാർത്ഥ ബോധം മറന്നിട്ട് അവർ ആരാണ്, എന്താണ് ചെയ്യേണ്ടത് അതെല്ലാം മറന്നതിന് ശേഷം അവർ വേറൊരു ലോകത്താണ്. കഞ്ചാവ് അടിച്ചിട്ടായാലും കള്ളു കുടിച്ചിട്ടാണെങ്കിലും ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അവർ ഈ ലോകത്തിൽ നിന്ന് സ്വിച്ച് ഓഫായി വേറൊരു ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്. അവരവരുടേതായിട്ടുള്ള ഒരു ലോകം. പക്ഷെ ആ ലോകം യാഥാർത്ഥ്യമല്ല, അല്ലേ? അതേപോലെ തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ജീവാത്മാവാണ്, ഭഗവാന്റെ അംശമാണ്. ഭഗവാന്റെ ലോകത്തിൽ നമ്മൾ താമസിക്കേണ്ടതാണ്. പക്ഷേ ഈ ഭവരോഗമാകുന്ന ആ ലഹരി നമ്മളെ ബാധിച്ചപ്പോൾ നമ്മളൊരു ഉന്മാദ അവസ്ഥയിലിരിക്കുകയാണ്. ആ ഉന്മാദ അവസ്ഥയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്ത് ചെയ്യാൻ പാടില്ല ഒന്നും നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയായിട്ട് നമുക്ക് തോന്നും. തെറ്റുകളിൽ നിന്ന് നമുക്ക് പിന്മാറാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും പുറത്തു വരണം. ഭൗതികപരമായിട്ടുള്ള ഒരു ആഗ്രഹങ്ങളും പാടില്ലാതെ, ക്ഷമിക്കണം, ഇവിടെ കുറച്ച് കഴുത്തുളുക്കി. അന്നേരം ഇന്നലെ വാക്സിനേഷൻ എടുത്തു. അതിനുശേഷം
കുറേ ടയർഡായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോൾ വന്നപ്പോൾ കഴുത്തൊന്ന് തിരിച്ചപ്പോഴത്തേക്കൊന്ന് ഉളുക്കി. അതാണ് ഞാൻ ഇങ്ങനെ പിടിക്കുന്നത്. അന്നേരം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. അന്നേരം ഈ ഒരു ലോകത്തിൽ നിന്ന് നമ്മൾ ഡിസ്കണക്റ്റഡ് ആയിട്ട് യഥാർത്ഥ ലോകത്തിലേക്ക് കണക്റ്റഡ് ആകും. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അന്നേരം നമ്മൾ ഇപ്പോൾ ഒരു ഉന്മാദാവസ്ഥയിലാണ്. നമ്മൾ ഈ കാണുന്ന ഈ ലോകം എല്ലാമാണ്. നമ്മുടെ ശരീരഭംഗിയെക്കുറിച്ച് നമ്മൾ ഉന്മാദാവസ്ഥയിലാണ്, അല്ലേ? പൊതുവെ പറയുന്നുണ്ട്, ഒരുപാട് ഐശ്വര്യം, ഒരുപാട് ഐശ്വര്യമുള്ള വ്യക്തികൾക്ക് ഭഗവത് ഭക്തിയിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഏതൊക്കെയാണ് ഷഡ് ഐശ്വര്യങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ? അതായത് ഈ ഒരുപാട് ജ്ഞാനമുണ്ട്, അല്ലേ? അതിൽ ഉന്മത്താവസ്ഥയിലിരിക്കുന്ന ജ്ഞാനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനമല്ല. ഈ പൊതുവെ എല്ലാവരെക്കാട്ടിയും കൂടുതൽ എനിക്കറിയാം അങ്ങനെയുള്ള ഒരു തോന്നലോട് കൂടിയുള്ള വരുന്ന ജ്ഞാനം. അത് ജ്ഞാനമല്ല, അത് അജ്ഞാനം തന്നെയാണ്, വേറൊരു തരത്തിലുള്ള അജ്ഞാനമാണ്. പക്ഷെ അങ്ങനെയുള്ള ഉന്മാദാവസ്ഥയിലിരിക്കുന്ന വ്യക്തികളും അവർക്കും ഭക്തിയിൽ വരാൻ ബുദ്ധിമുട്ടാണ്. അതായത് എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരവസ്ഥയിലിരിക്കുമ്പോൾ ഭക്തിമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല, ഭഗവാനാണ് എനിക്കെല്ലാം, ഭഗവാനെയും ഭക്തരെയും ആശ്രയിച്ചിട്ടാണ് എൻ്റെ ഭക്തി എന്ന് മനസ്സിലാക്കുന്ന വ്യക്തികളാണ് യഥാർത്ഥ ഭക്തർ. അവർക്ക് മാത്രമേ യഥാർത്ഥ ജ്ഞാനം ലഭിക്കൂ, അല്ലാത്തവർക്കൊന്നും ജ്ഞാനം ലഭിക്കത്തില്ല. അന്നേരം ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരുപാട് ബാങ്ക് അക്കൗണ്ടിൽ ഒരുപാട് കാശുണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻഷ്യലാണ്, ഒരുപാട് ശക്തിയുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കീർത്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ അതായത് ഒരുപാടെന്ന് പറഞ്ഞ് നമ്മൾ വിചാരിക്കുന്നു നമുക്ക് ഒരുപാടുണ്ടെന്ന്. പക്ഷേ അത് നമ്മൾ ആരുമായിട്ട്, അതൊരു റിലേറ്റീവ് ടേമാണ്. റിലേറ്റീവ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പഞ്ചായത്തിൽ എല്ലാവരുടെയും ആസ്തി ഒരു 10 ലക്ഷമാണെന്നിരിക്കട്ടെ. അന്നേരം അവിടെയുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ 1 കോടി രൂപയുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എന്തുമാത്രം അഹങ്കാരമായിരിക്കും, അല്ലേ? ഈ ഒരു പഞ്ചായത്തിൽ ഞാനാണ് ഏറ്റവും വലിയ പണക്കാരൻ അതാണ്. പക്ഷെ അതേ സമയത്ത് ഈ ഒരു വ്യക്തി ഒരു സിറ്റിയിൽ അങ്ങനെ താമസിക്കുകയാണ്, അവിടെ എല്ലാവരുടെയും കുറഞ്ഞ ആസ്തി 1 കോടിയാണ്. ഏറ്റവും വലിയ പണക്കാരൻ്റെ ആസ്തി 100 കോടിയാണ്. എന്നിട്ട് ആ 100 കോടിയുള്ളവരുടെ അഹങ്കാരം തീർച്ചയായിട്ടും കൂടുതലായിരിക്കും, അല്ലേ? എല്ലാവരും അങ്ങനെ ആവണമെന്നല്ല, ഞാനൊരു ഉദാഹരണം പറയുന്നത്. അന്നേരം നമ്മളെപ്പോഴും നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി അവരിൽ നിന്ന് ഞാൻ ഒരുപാട് ഉയരങ്ങളിലാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അന്നേരം അങ്ങനെയുള്ള ചിന്താഗതി അത് ഒരിക്കലും നമ്മളെ ഭക്തിയിലേക്ക് വരാൻ സഹായകരമല്ല എന്നാണ് പറയുന്നത്. അന്നേരം ഇപ്പോൾ ആ ഒരു പഞ്ചായത്തിൽ താമസിക്കുന്ന ആളും ആ ഒരു വ്യക്തിയുടെ കയ്യിൽ 1 കോടി രൂപ ഉണ്ടെങ്കിലും ഈ ഒരു ഉന്മാദാവസ്ഥയിൽ, അഹങ്കാരത്തിൻ്റെ ഉന്മാദാവസ്ഥയിൽ നിന്നും പുറത്തു വരാൻ വേണ്ടി ആ ഒരു വ്യക്തിക്ക് ചിന്തിക്കാം, എത്രയോ വ്യക്തികളുണ്ട്, എന്നെക്കാട്ടിയും പണക്കാരനായിട്ടും കോടീശ്വരനായിട്ടും എത്രയോ വ്യക്തികളുണ്ട്. അന്നേരം എനിക്ക് ഇവരിൽ നിന്നും കുറച്ച് കൂടുതൽ കാശുണ്ട്, അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിച്ചു, അത്രയേ ഉള്ളൂ. അന്നേരം നമ്മളെപ്പോഴും താഴോട്ട് മാത്രം നോക്കരുത്, മുകളിലോട്ടും കൂടെ കുറച്ച് നോക്കണം, അല്ലേ? നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത്? താഴോട്ടാണ് നോക്കുന്നത്. അവരെക്കാട്ടി ഞാൻ ഉയരങ്ങളിലാണ്. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെക്കാട്ടി എത്രയോ പേര് ഉയരങ്ങളിലുണ്ട്. അങ്ങോട്ട് പോകാൻ വേണ്ടി, പിന്നെ ചില വ്യക്തികളാണെങ്കിൽ അങ്ങനെയുണ്ട്, മുകളിലോട്ട് കയറാൻ വേണ്ടി ആർത്തിയോട് കൂടി ഇരിക്കുന്നു. അങ്ങനെയുള്ള താഴോട്ട് നോക്കണം. അന്നേരം രണ്ടും പോയിട്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ജീവിതത്തിൽ ബാലൻസ്ഡ് ആയിട്ട് പോകാൻ മുകളിലോട്ടും നോക്കണം, താഴോട്ടും നോക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താഴോട്ട് എന്തിനാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെക്കുറിച്ച് നമ്മൾ നന്ദി പറയാൻ ഭഗവാനോട്. എന്നെക്കാട്ടിയും താഴ്ന്ന രീതിയിൽ എത്രയോ ആൾക്കാർ ജീവിക്കുന്നു, അതിൽ നിന്ന് എത്രയോ വലിയ അനുഗ്രഹമാണ് ഭഗവാൻ എനിക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ താഴോട്ട് നോക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ താഴോട്ട് തന്നെ നോക്കിയിരിക്കുമ്പോൾ അഹങ്കാരം വരും.
ഇത്രയും പേരിൽ നിന്ന് ഞാൻ ഉയരത്തിലാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കും. അങ്ങനൊരു എക്സ്ട്രീം കേസും ഉണ്ട്. അന്നേരം മുകളിലോട്ട് നോക്കുന്നത് നല്ലതാണ്. എന്നെക്കാട്ടി ഉയരങ്ങളിൽ എത്രയോ പേരുണ്ട് അല്ലേ? അതുകൊണ്ട് ഞാനിങ്ങനെ മടി പിടിച്ചിരിക്കാൻ പാടില്ല, കുറച്ചും കൂടെയൊക്കെ പരിശ്രമിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ മുകളിലോട്ട് പോകുന്നു. അഹങ്കാരവും കുറയും. മനസ്സിലായില്ലേ? അന്നേരം ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെക്കാട്ടിയും താഴ്ന്ന ലെവലിൽ നിൽക്കുന്ന വ്യക്തികളെ, അവരെ നമ്മൾ കാണാൻ പഠിക്കണം. നമ്മളെക്കാട്ടി എത്ര ഉയരങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ അറിയണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ആൾക്കാർക്ക്, ചില വിഭാഗത്തിലുള്ള വ്യക്തികൾക്ക് ഈശ്വരനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത്. കാരണം ഈശ്വരനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കാട്ടി ഉയർന്ന ഒരാളുണ്ടെന്ന് മനസ്സിലാവുമല്ലോ. പിന്നെ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സ്ഥാനം നമുക്ക് എടുക്കാനും പറ്റത്തില്ലല്ലോ. അന്നേരം അവർക്കെപ്പോഴും അസൂയ, അധികാരമോഹം, എല്ലാം എൻ്റെ ആസ്വാദനത്തിന് വേണ്ടിയായിരിക്കണം എന്നുള്ളൊരു മനോഭാവമാണ്. ഒരാളുടെ കീഴിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. അന്നേരം നമ്മളെപ്പോഴും താഴോട്ടുള്ള വ്യക്തികളെ നമ്മൾ നോക്കണം. എന്തിനാണ്? അവരിൽ നിന്ന് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഭഗവാൻ നമ്മളെ സംരക്ഷിച്ചു എന്ന് ഭഗവാനോട് നന്ദി പറഞ്ഞ് കൃതജ്ഞതയോടുകൂടി ജീവിക്കാൻ പഠിക്കണം. പിന്നെ അവരെ ദ്രോഹിക്കാനും പാടില്ല. അവരോട് അനുകമ്പ, സഹാനുഭൂതി, ഇതൊക്കെ വേണം. അതൊക്കെയാണ് പണ്ടൊക്കെ വൈദിക സംസ്കാരം അനുസരിച്ച് ഒരു ദാനധർമ്മങ്ങൾ കൂടുതൽ ചെയ്യുമായിരുന്നു പണക്കാരൊക്കെ. ആ ദാനധർമ്മങ്ങൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ നേടിയെടുക്കുന്ന സമ്പത്ത്, ധനം, ഇതൊക്കെ അധർമ്മത്തിലൂടെയാണ്. നമ്മൾ എത്ര ധർമ്മം പാലിച്ചാലും ആ വരുന്ന കാശ് എങ്ങനെയാണ് അവരുണ്ടാക്കിയത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ആരാണോ കാശ് തരുന്ന അവർ, അതിൻ്റെ സ്രോതസ് തെറ്റായിരിക്കും. അന്നേരം ആ ഒരു കാശ് നമ്മൾ സ്വീകരിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കാശ് കൊണ്ട് എല്ലാം നന്നായി നടക്കണമെന്നില്ല. മനസ്സിലായില്ലേ? കാരണം ആ സ്രോതസ്സിനനുസരിച്ചാണ്. ആ അധർമ്മത്തിലൂടെ ലഭിക്കുന്ന ധനം കൊണ്ട് നമുക്ക് സമാധാനം ലഭിക്കണമെന്നില്ല. ശരിയായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ധനമാണ് നമ്മളെ സഹായിക്കാൻ പോകുന്നത്, നമുക്കൊരു സമാധാനം ലഭിക്കാൻ പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം ഇങ്ങനെയുള്ള അധർമ്മത്തിലൂടെ ലഭിക്കുന്നത്, കാരണം ധർമ്മത്തിലൂടെയാണോ അധർമ്മത്തിലൂടെയാണോ? ധർമ്മം ഇന്നത്തെ കാലത്ത് ആരാണ്? വളരെ കുറച്ച് വ്യക്തികളല്ലേ ധർമ്മം ആചരിക്കുന്നുള്ളൂ. അന്നേരം ഇങ്ങനെ അധർമ്മത്തിലൂടെ ലഭിക്കുന്ന ധനം നമ്മളെ സഹായിക്കത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലതും വാങ്ങിക്കൂട്ടും, പലതും അവിടെ ഇവിടെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മേടിച്ച് നിർത്തും. പക്ഷേ നമുക്ക് ഒരു സ്വസ്ഥത ലഭിക്കത്തില്ല, നമുക്ക് തൃപ്തി ലഭിക്കത്തില്ല. നമ്മൾ ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? തൃപ്തിക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്? സാറ്റിസ്ഫാക്ഷൻ അല്ലേ? എല്ലാവരും ചെയ്യുന്നത് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ്. ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും, കൊച്ചു കുട്ടികൾ മുതൽ വലിയ മുതിർന്ന വ്യക്തികൾ വരെ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമാണ്. എല്ലാ കാര്യങ്ങളും, ഭക്ഷണം കഴിക്കുന്നതും എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ വിചാരിക്കും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും എന്ന്. പക്ഷേ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് കിട്ടുന്നു. ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, യു വോണ്ട് ടു നോ ഹൗ മച്ച് റിച്ച് യു ആർ? We can understand how much rich you are on the basis of how many things you have which money cannot buy. നിങ്ങൾ എത്ര പണക്കാരനാണ് നമുക്ക് എങ്ങനെ അറിയാം? നിങ്ങളുടെ കയ്യിൽ കാശ് കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്ത എത്ര കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ എത്ര പണക്കാരാണ്. അതുകൊണ്ട് കാശ് കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്തൊരു സാധനമാണ് സംതൃപ്തി എന്ന് പറയുന്നൊരു സാധനം. എത്ര കാശ് കൂട്ടിയാലും, കോടിക്കണക്കിന് കാശ് അക്കൗണ്ടിൽ വന്നാലും തൃപ്തി എന്ന് പറഞ്ഞൊരു സാധനം അടുത്തൂടെ പോകത്തില്ല എന്നുള്ളത്. നല്ല സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യയെ വിവാഹം കഴിച്ച് ജീവിച്ചാലും തൃപ്തി ഉണ്ടാവത്തില്ല. മറ്റു നാരീജനങ്ങളെ വഴിതെറ്റി സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. നല്ല വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ കിട്ടിയാലും തൃപ്തി ഇല്ല. കൂടുതൽ പുതിയ ഫാഷൻ വരുമ്പോൾ പുതിയത് വേണം, അത് വേണം, ഇത് വേണം, തൃപ്തിയില്ല. പുതിയ കാറ് മേടിക്കും, തൃപ്തിയില്ല.
അടുത്ത കാർ വരുമ്പോൾ അടുത്തത്, ഒരു തൃപ്തിയില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നോക്കണേ, എന്തൊക്കെയാണ് നമ്മൾ കാട്ടിക്കൂട്ടുന്നത്. പുതിയ ഫാഷൻ വന്നു അല്ലേ, ആദ്യം ഇവിടെ കുറച്ച് കീറിയതായിരിക്കും ഫാഷൻ, പിന്നെ ഫുൾ ഫിക്സ് ആക്കി വയ്ക്കുക, പിന്നെ ടൈറ്റ് ആക്കുക, പിന്നെ ലൂസാക്കുക. പാൻറ് നോക്കുകയാണെങ്കിൽ ആദ്യം ബെൽ ബോട്ടം, പിന്നെ അത് കഴിഞ്ഞിട്ട് ടൈറ്റ് ആക്കുന്നു, പിന്നെ അങ്ങ് ഇങ്ങനെ കുഴൽ മാതിരി ഇരിക്കുന്നു. എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്തായാലും വസ്ത്രത്തിൻ്റെ ധർമ്മം എന്താണ്? നമ്മുടെ ഗുഹ്യഭാഗം മറച്ചു വയ്ക്കുക, അതിനു വേണ്ടിയുള്ളതാണ്. എത്ര കളറിലുള്ള വസ്ത്രമാണ് ഞാൻ ഇടുന്നതെന്ന് കാണൂ അല്ലേ, എത്ര കോസ്റ്റ്ലി വസ്ത്രമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ. നമ്മൾ വസ്ത്രം ഇടുന്ന എപ്പോഴും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വലിയ സംഭവമാണെന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്കറിയോ ഞാൻ വലിയ സംഭവമാണ്, അതാണ് നമ്മുടെ ഉദ്ദേശം. നിങ്ങളാരും അറിയത്തില്ലേ ഞാൻ വലിയ സംഭവമാണ്. കണ്ടില്ലേ എൻ്റെ കയ്യിൽ ഇതൊക്കെ കണ്ടില്ലേ, ഞാൻ ഇടുന്ന വസ്ത്രം കണ്ടില്ലേ, എൻ്റെ ആ ലുക്ക് കണ്ടില്ലേ, എന്തൊരു സംഭവമാണ് ഞാനെന്നറിയാം. ഇതാണ് നമ്മൾ എല്ലാവരുടെ മുമ്പിലും നമ്മളൊരു സംഭവമാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഓട്ടത്തിൽ നമ്മൾ ആ ഒരു തൃപ്തി എന്ന് പറയുന്നൊരു സാധനം നമുക്കില്ലെന്നുള്ളതാണ്. ആ തൃപ്തി നമ്മൾ കരസ്ഥമാക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ആ സംതൃപ്തി നമുക്ക് ലഭിക്കുന്നത് ഭഗവാനുമായിട്ടുള്ളൊരു സാന്നിധ്യം, ഭഗവാനുമായിട്ടൊരു സാമീപ്യം, അതിലാണ് നമുക്ക് ആനന്ദം ലഭിക്കുന്നത്. യോഗീന്ദ്രാനാം അല്ലേ, ആ ഒരു അനുഭൂതി വേറെ എവിടെയാണ് നമുക്ക് ലഭിക്കുന്നത്? സാന്ദ്രാനന്ദം എവിടെയാണ് നമുക്ക് ലഭിക്കുന്നത്? അതിൽ പരം ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. എന്നിട്ട് നമ്മളെല്ലാവരും അന്വേഷിക്കുന്നത് ആ ഒരു സംതൃപ്തിക്ക് വേണ്ടി മാത്രമാണ്. അതൊഴികെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഒരിക്കലും സംതൃപ്തി ലഭിക്കത്തില്ല. നിങ്ങൾ നോക്കൂ, ഈ ലോകത്തിലുള്ള ഭഗവത് ഭക്തരല്ലാതെ ജീവിക്കുന്ന ആൾക്കാർ അവർ സംതൃപ്തരാണോ? ഒരിക്കലുമല്ല. അവരെല്ലാവരും സംതൃപ്തി അന്വേഷിച്ച്, സാറ്റിസ്ഫാക്ഷൻ അന്വേഷിച്ച് പലതിൻ്റെയും പുറകിൽ ഇങ്ങനെ പോവുകയാണെന്നുള്ളത്. പക്ഷേ യഥാർത്ഥ സാറ്റിസ്ഫാക്ഷൻ ഇരിക്കുന്നത് നമ്മുടെ വീക്ഷണത്തിലാണ്. നമ്മൾ എങ്ങനെ ഈ ലോകത്തെ കാണുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ വിചാരിക്കുന്നു ഒരു PSC ജോലി കിട്ടിയാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എവിടുന്ന്? നമ്മൾ വിചാരിക്കുന്നു ഇത്രയും കോടി അക്കൗണ്ടിൽ 1 കോടി രൂപ ആയിക്കഴിഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആവുന്നു. എവിടുന്നോ? 1 കോടി ഉണ്ടാക്കി ഇനി അത് പോകാതെ നോക്കണം, അതിന് ഇനി 1 കോടി വീണ്ടും ചിലവാണ്. അക്കൗണ്ടിൽ 1 കോടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി വീണ്ടും 1 കോടി ചിലവാക്കണം. ഇങ്ങനെ ഓട്ടം തന്നെ ഓട്ടമാണ്. ഓൺ യുവർ മാർക്സ് ഗെറ്റ് സെറ്റ് ഗോ, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിർത്താൻ പറ്റില്ല, കാരണം നിന്ന് കഴിഞ്ഞാൽ അടുത്ത ആൾ നമ്മളെ പിന്നിലാക്കി മുന്നോട്ട് പോകുന്നുള്ളതാണ്. പക്ഷേ അവരുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും താഴാൻ പാടില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് പോകണം. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പരമസത്യം പറയട്ടെ. പൊതുവേ പൂർണ്ണമായിട്ടും ഭഗവാന് വേണ്ടി ജീവിതം ഒഴിഞ്ഞ് ജീവിക്കുന്ന ഇപ്പോൾ നമ്മളെപ്പോലുള്ള സാധുജനങ്ങൾ, സാധു എന്നുള്ള ലുക്കില്ലെന്നറിയാം, പക്ഷെ എന്നാലും സാധുവാണ് കേട്ടോ. അന്നേരം നമ്മളെപ്പോലുള്ള സാധുജനങ്ങൾ അവർ വിചാരിക്കും, ഇങ്ങനെയുള്ള വ്യക്തികൾ ഭയങ്കര നിസ്വാർത്ഥരാണ്, ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി അവർ അവരുടെ ജീവിതം ത്യജിച്ചു എന്നൊക്കെ നിങ്ങൾ വേണമെങ്കിൽ നമ്മളെ ഉപമിച്ച് പറയാം. പക്ഷെ ഒരു പരമസത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധുജനങ്ങളെല്ലാവരും യഥാർത്ഥത്തിൽ നിസ്വാർത്ഥരല്ല, അവരെല്ലാം സ്വാർത്ഥരാണ്. പക്ഷെ ഏത് സ്വാർത്ഥരാണ്? പരമമായിട്ട് നമ്മൾ ചെയ്യേണ്ട ധർമ്മമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ത് സ്വാർത്ഥതയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മാവ് അതാണ് പരമമായിട്ടുള്ള സത്യം. ആ പരമസത്യത്തെ നമ്മൾ മനസ്സിലാക്കണം. 2 രീതിയിലുള്ള സ്വാർത്ഥതയുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ലോകത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ ഞാൻ തിന്നും ഉറങ്ങിയും മാത്രം ജീവിക്കുകയാണെങ്കിൽ
അതിലൊരു അർത്ഥമില്ല. അന്നേരം പിന്നെ അത് ഏറ്റവും വൃത്തിയായിട്ട് സ്വാർത്ഥതയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന സ്വ അർത്ഥത എന്ന് പറഞ്ഞാൽ സ്വ അർത്ഥത. ആദ്യം സ്വ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ആത്മാവ്. ആ ആത്മാവിനെ പുഷ്ടിപ്പെടുത്താനും പോഷിപ്പിക്കാനും വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിനെയാണ് സ്വ അർത്ഥ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ സ്വാർത്ഥരായിരിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മൾ പുറത്തുള്ളവരൊക്കെ അവരൊക്കെ സത്യം പറഞ്ഞാൽ അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ മുഖം ഉയർത്തിക്കാട്ടാനും നമ്മുടെ പേരും ഇതൊക്കെ ഉയർത്താൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അന്നേരം അങ്ങനെ നോക്കുമ്പോൾ അത് നിസ്വാർത്ഥതയാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്വാർത്ഥതയുടെയും നിസ്വാർത്ഥതയുടെയും പുതിയൊരു നിർവചനം ഞാൻ പറയുകയാണ്. അതുകൊണ്ട് സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂസിങ് വാക്കാണ്. യഥാർത്ഥ സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവിനെ തിരിച്ചറിയുക, ആ ആത്മാവിൻ്റെ അർത്ഥത്തിന് വേണ്ടി ആ ആത്മാവിനെ ഉയർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. പക്ഷെ അതിനു വേണ്ടി മറ്റുള്ളവർക്ക് അത് ചെയ്യാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ എവിടുന്നാണ് നമുക്ക് സന്തോഷവും സമാധാനം ലഭിക്കുന്നത്? അന്നേരം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടി ജീവിക്കുക എന്നതാണ്. പക്ഷേ ഇവിടെ ഞാൻ ഉദ്ദേശിച്ച മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കരുതുന്നു, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു, മറ്റുള്ളവർ എപ്പോഴും എന്നെക്കുറിച്ച് നല്ലത് പറയണം, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വളരെ ഇംപ്രസീവും അട്രാക്റ്റീവും ആയിരിക്കണം എന്നാണ് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അത് തെറ്റാണ്. പക്ഷെ സാധുജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചെയ്താലും ഓക്കെ, നോ പ്രോബ്ലം. അവർ ചിലപ്പം പുകഴ്ത്തും, ചിലപ്പം താഴ്ത്തും, രണ്ടായാലും നമുക്ക് ഓൾ മാത്തമാറ്റിക്സ്, എല്ലാം കണക്കാണ്. അതുകൊണ്ട് മാറ്റർ ഡസ് നോട്ട് മാറ്റർ എന്ന് പറയുന്ന പോലെ ഈ ഭൗതിക ലോകത്തിൽ എന്തായാലും അതൊരു വിഷയമല്ല എന്നുള്ള രീതിയിലാണ് യഥാർത്ഥ സാധുജനങ്ങൾ ജീവിക്കേണ്ടത്. അങ്ങനെ ആയിരിക്കണം ഇവിടെ സാധുജനങ്ങൾ. അന്നേരം അങ്ങനെ എന്നിട്ട് അവർ ഇങ്ങനെ ജീവിക്കുമ്പോഴും അവർ മറ്റുള്ള വ്യക്തിജനങ്ങൾക്ക് പ്രചോദനം കൊടുക്കും ഈ ഒരു ജീവിത രീതിയിൽ പോകാൻ വേണ്ടി. അന്നേരം ഒറ്റയടിക്ക് അവർക്ക് ഈ ഒരു ജീവിതത്തിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിലും ക്രമേണ അവർക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയുള്ള ഒരു വഴി ഇവർ കൊടുക്കുവാണ്. കണ്ടോ, ഇവരും ജീവിക്കുന്നില്ലേ? ഇവരും ആഹാരം കഴിക്കുന്നുണ്ട്, റെസ്റ്റ് എടുക്കുന്നുണ്ട്, ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരം അവരും എന്തു പറയുന്ന എല്ലാം കഴിഞ്ഞ് കുഴിയിലേക്ക് വീഴാൻ പോകുമ്പോഴല്ല അവർ ഭക്തിമാർഗം പ്രാക്ടീസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അവർ കുഴിയിൽ ആരാ വീഴാൻ പോകുന്നതെന്ന് ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിക്കറ്റ് വീഴുന്നതിന് മുമ്പേ നമ്മുടെ കാര്യം സുരക്ഷിതമാക്കണം. വിക്കറ്റ് വീഴുന്നതിന് മുമ്പേ 0-ൽ ഔട്ടാവരുത്, ഡക്കാവരുത്, എന്തെങ്കിലുമൊക്കെ സ്കോർ ചെയ്തിട്ട് വേണം പോകാൻ. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. വളരെ 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 ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ട് അതാണ് രാമായണത്തിൽ നിന്നും ശ്രീരാമചന്ദ്രമൂർത്തിയിൽ നിന്നും രാവണനിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. ഭഗവാന്റെ ജീവിതം നോക്കൂ, സാക്ഷാൽ ഭഗവാനാണ്. എന്നിട്ടും ഒരു മനുഷ്യൻ എങ്ങനെ തപസ്സോടുകൂടി ഇങ്ങനെ ജീവിക്കണം, ഒരു തപസ്വിയായിട്ട്, ഒരു യഥാർത്ഥ നിസ്വാർത്ഥത, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കരുതുന്നതെന്നും അതൊന്നും ചിന്തിക്കാതെ ധർമ്മത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നു. പക്ഷെ രാവണനെ നോക്കിയേ, അവനെപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ഇമ്പ്രസീവായിട്ട് ഇരിക്കാനാണ്. അത് തെറ്റല്ല. ഇത്രയും ഇമ്പ്രസീവായിട്ട് വേഷമൊക്കെ ഇട്ടിട്ടും എല്ലാവരും പുച്ഛത്തോടു കൂടിയാണ് രാവണനെ കാണുന്നത്. മാരീചൻ വരെ രാവണൻ്റെ മുമ്പിൽ നമസ്കാരം സ്വാമി, എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പോടാ അവിടെ നിന്ന്, അങ്ങനെയുള്ള നീയും നിൻ്റെ ഓരോ വെഡ്ഡിത്തരങ്ങളും എന്നാണ് എല്ലാവരും കരുതുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഇംപ്രഷൻ ആൾക്കാരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ലാസ്റ്റിംഗ് ഇംപ്രഷൻ ആയിരിക്കണം, എവർ ലാസ്റ്റിംഗ് ഇംപ്രഷൻ ആയിരിക്കണം. അല്ല തുടക്കത്തിൽ വലിയ സംഭവം ഇങ്ങനെ പുറമേയുള്ള യെല്ലോ കെട്ട്, ഇന്നലെ പറഞ്ഞല്ലോ, ഇത് ഭഗവാന്റെ വസ്ത്രം, ഗുരുവായൂരപ്പൻ ഇട്ട വസ്ത്രം, അവിടുത്തെ മുൻ മേൽശാന്തി അദ്ദേഹം തന്നോ.
അന്നേരം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ നമ്മൾ അവരുടെ ഹൃദയത്തിലാണ് ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ അവരുടെ കണ്ണിലോ അവരുടെ മനസ്സിലോ അല്ല. അതായത് നമ്മൾ ഇപ്പോൾ പല ആൾക്കാരും ട്രെൻഡ് ഉണ്ടാക്കാൻ നോക്കുന്നു. നമ്മൾ യഥാർത്ഥ ട്രെൻഡ് നമ്മുടേതായിട്ടുള്ളൊരു ട്രെൻഡ് ഉണ്ടാക്കണം, നമ്മുടേതായിട്ടുള്ളൊരു വീക്ഷണം. അതാണ് നമുക്ക് വേണ്ടത്. കറക്റ്റ് അല്ലേ? അന്നേരം പൊതുവേ ഈ ട്രെൻഡ് സെറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പർട്ടിക്കുലർ വേഷവിധാനത്തോടു കൂടി വരും, അത് കുറേ പേർക്ക് ഇഷ്ടപ്പെടും, അതിനെ എല്ലാവരും ഫോളോ ചെയ്യാൻ തുടങ്ങും. അതേപോലെ നമ്മളും ആ ഒരു ട്രെൻഡ് സെറ്റേഴ്സായിട്ട് മാറണം, അല്ലാതെ ട്രെൻഡിനെ കണ്ടിട്ട് ഫോളോ ചെയ്യുന്നതായിരിക്കരുത്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, ഇവരിങ്ങനെയാണ് നടക്കുന്നത്, ഞാനും ഇനി മുതൽ ഇങ്ങനെ നടക്കാം. അതിൻ്റെ അർത്ഥം സമൂഹത്തിനെക്കുറിച്ച് ഒരു ചിന്തയില്ലാതെ തോന്നിയ രീതിയിൽ വേഷം ഇടണമെന്നല്ല, ഒരു ഡീസൻറ്റ് വേഷം ഇടണം. ആരും കണ്ട് അയ്യേ എന്ന് പറയാൻ തോന്നരുത്. അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ഇടുക, വൃത്തിയുള്ള കാണാൻ കുറച്ച് ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ ഇടുക. പക്ഷെ കൂടുതൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയും, എൻ്റെ ഫോട്ടോയ്ക്ക് ലൈക്ക് അടിക്കുമോ അതോ ഡിസ്ലൈക്ക് അടിക്കുമോ, കമൻസ് നല്ല കമൻസ് ഇടുമോ, അങ്ങനെയുള്ളൊരു ഇതിലോട്ട് നമ്മൾ പോകാതെ അന്നേരം ശരീരബോധത്തിൽ നിന്ന് പുറത്തു വരുന്നു എന്നതിൻ്റെ അർത്ഥം ആഹാരം കഴിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, ആൾക്കാരോട് മഷീനെ പോലെ സംസാരിക്കണം, ഇതൊന്നും അല്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ശരീരബോധത്തിൽ നിന്ന് പുറത്തു വരുന്നത് പറയുന്നത്. വസ്ത്രമൊക്കെ ഇടണം, ഭംഗിയുള്ള വസ്ത്രമൊക്കെ ഇടണം, പക്ഷെ കൂടുതൽ അതിലോട്ടായി പോകരുത്. അതിനു വേണ്ടി മാത്രം ജീവിക്കരുത്. ജീവിതം മുഴുവൻ ഷോപ്പിംഗ് ചെയ്ത് തീർക്കാനുള്ളതല്ല. ഇവിടുന്ന് കുറച്ച് വാങ്ങും, അവിടുന്ന് കുറച്ച് വാങ്ങും, പുതിയ ഫാഷൻ വന്നു, അതും കൂടെ വാങ്ങും, ഇതും കൂടെ വാങ്ങി എല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി? കുറച്ച് കഴിയുമ്പോൾ അതെടുത്ത് ദൂരെ അറിയും, പുതിയ സാധനം വരും, ഉടൻ തന്നെ വീണ്ടും അത്. അന്നേരം ഇങ്ങനെയുള്ള ഒരു ഗ്രാബിങ് മെൻറ്റാലിറ്റി മാറ്റിയിട്ട് ഗിവിങ് മെൻറ്റാലിറ്റിയിലേക്ക് പോകണം. നമുക്കെല്ലാം പിടിച്ചു വാങ്ങാനുള്ള താല്പര്യമാണ്. പൊതുവെ പണ്ടത്തെ കടകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ, നമുക്ക് കടക്കാരനെ കാണാം, എന്നിട്ട് നമ്മൾ ചെന്നിട്ട് പറയുന്നു എന്ത് സാധനമോ വേണ്ടതെന്ന് ചോദിക്കുക. ഉടൻ തന്നെ അവരെടുത്ത് അത് കൊണ്ടുവയ്ക്കും. നമ്മളത് നോക്കുന്നു, ഇത് ശരിയായില്ല, ഓക്കെ ഇതന്നെ. 1-2 സാധനം കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് സാധനം ഏതാ വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നിട്ട് അത് നമ്മൾ കൊണ്ടുപോയി കാര്യം ചെയ്യുന്നു. സമയം ലാഭം, കാശും ലാഭം. പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു ഷോപ്പിംഗ് രീതി ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ആ ഷോപ്പിങ്ങിൻ്റെ ഓണറാണ്, ഷോപ്പ് ചെയ്യുന്ന ആളുടെ. കാരണം നമുക്ക് പൊതുവെ പിടിച്ചു വാങ്ങുക എന്നൊരു സൈക്കോളജി എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അവർ പറയാ, ഈ കട മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്, എന്ത് വേണമെങ്കിലും എടുത്തോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും എടുത്തോളൂ. അതപ്പോൾ യെസ്, ഇത്രയും സാധനങ്ങൾ, ഇതെടുത്താലോ, അതും എടുക്കണം, ഇതും എടുക്കണം, അതും എടുക്കണം. ഇങ്ങനെ കാണും തോറും നമുക്ക് ഇതെല്ലാം വേണമെന്ന് തോന്നും. പക്ഷെ നേരത്തെ എങ്ങനെയാണ്? വേണം എന്ന് ഉറപ്പുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ മേടിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. ഒന്നാലോചിച്ച് നോക്കണം. ഇപ്പം കാണുന്ന എല്ലാം വേണം. നേരത്തെ വേണ്ടുന്ന സാധനം കാണാൻ വേണ്ടിയാണ് പോകുന്നത്, ഇപ്പം കാണുന്ന എല്ലാം നമുക്ക് വേണമെന്നുള്ള. ഒന്ന് ആലോചിച്ച് പോകണം. കട മുഴുവൻ എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടെത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം ഇങ്ങനെ നോക്കി ഇതും വേണം, അതും വേണം. എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് എല്ലാം ഫ്രീ ആണെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് അവിടെ കൗണ്ടറിൽ ചെല്ലുമ്പോഴാണ് വലിയ ഒരു ബില്ല് വരുന്നത്. നേരത്തേക്ക് ആരാണോ ഫൈനാൻസ് കൊടുക്കുന്ന ആൾ മിക്കവാറും ഭർത്താവായിരിക്കും. അന്നേരം ഭർത്താവ് പറയും, ഇത്രയും പ്രാവശ്യം എന്താ മനുഷ്യ, ഇതൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം വീട്ടിലെ കാര്യങ്ങളൊക്കെ. അന്നേരം ഭർത്താവ് വിചാരിക്കും, ഇനി കൂടുതൽ പറഞ്ഞ് നാണം കിടണ്ട എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടെങ്കിലും സാധനങ്ങൾ മേടിക്കാം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് മേടിക്കും. അങ്ങനെ കടം ഇങ്ങനെ കയറി ഒരു പരുവമാവും. ഇനി ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും ഓരോ ഹോബിയുണ്ട്. പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക, അല്ലെങ്കിൽ കരാട്ടെ, കുംഫു, കളരിപ്പയറ്റ്, അങ്ങനെ ഹോബി ആയിരിക്കുവാണ് ഈ ഷോപ്പിംഗ് എന്ന് പറഞ്ഞത്. ഷോപ്പിംഗ് ആണ് ഇന്നത്തെ ഒരു ഹോബി. ഷോപ്പിംഗ് കൊണ്ട് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഒന്നും ലഭിക്കുന്നില്ല. ആഴ്ച തോറും ഷോപ്പിംഗ് എന്നുള്ളത്.
ഈ ഷോപ്പിംഗ് സത്യം പറഞ്ഞ ഒരു വേസ്റ്റ് ഓഫ് ടൈമാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും വാങ്ങിക്കുക, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷെ കടക്കാർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാരെ ഇവിടെ പിടിച്ചു നിർത്താം. അതിനുവേണ്ടി നല്ല മധുരമായിട്ടുള്ള ഒരു ജ്യൂസ് കൊണ്ടുതരും. നിങ്ങളാണ് എനിക്കെല്ലാം, നിങ്ങളാണ് നമ്മുടെ മാസ്റ്റർ, നമ്മൾ നിങ്ങളുടെ സെർവൻ്റാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം. എത്ര വളരെ വിനയമായിട്ട് സംസാരിക്കുന്നു, എത്ര നല്ല ഭംഗിയായിട്ട് സംസാരിക്കുന്നു. കൊറോണ സമയത്ത് ഷോപ്പിംഗ് കുറഞ്ഞു. എവിടെ കുറഞ്ഞു? കൂടിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ആൾക്കാർ ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ പോയിട്ട് എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കടയിൽ ചെന്നാൽ കുറച്ച് സാധനങ്ങളെ കാണാൻ പറ്റൂ, ബാക്കിയെല്ലാം ഗോഡൗണിലായിരിക്കും. നെറ്റ് ഓൺലൈൻ ഷോപ്പിംഗ് ഇ കൊമേഴ്സ് സൈറ്റ് ആകുമ്പോൾ എല്ലാം കാണിക്കുന്നുള്ളൂ. എന്നിട്ട് കാണിച്ചിട്ട് ഇത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചെരുപ്പാണെന്ന് പറഞ്ഞു. അന്നേരത്തെ ചെരുപ്പ് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതും കൂടെ മേടിക്കാതെ വളരെ മോശമാണ്. ഇത് രണ്ടും ഒന്നിച്ച് എന്താ പറയുക, കോംബോ ഓഫറാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് രണ്ടും കൂടെ മേടിച്ചിട്ട് ഇത് മേടിച്ചിട്ട് നിങ്ങളുടെ ഈ ക്യാപ്പില്ലേ വളരെ മോശമാണ്, പ്ലീസ് വൈ ഡോണ്ട് യു ടേക്ക് ദിസ് എന്നും കൂടെ പറയുമ്പോഴത്തേക്ക് ശരിയാണ് കേട്ടോ, അതും കൂടെ മേടിക്കുമ്പോഴത്തേക്ക് ഇതും കൂടെ എടുത്തോളൂ, ഇത് വളരെ നല്ലതാണ്. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് തിരുപ്പതിയാവും നമുക്ക്. ഒന്ന് ആലോചിച്ച് നോക്കണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കടയിൽ വല്ലപ്പോഴുമൊക്കെ നമ്മൾ പോവുകയായിരുന്നു അല്ലേ. ഇപ്പോൾ ആഴ്ച തോറും ഷോപ്പിംഗ്. ഇപ്പം കൊറോണ വന്നപ്പോഴത്തേക്ക് ഡെയിലി ഷോപ്പിംഗ് ആണ് നമ്മൾ. നെറ്റിൽ നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുന്നു, പുതിയ ഡ്രസ്സ് വന്നാൽ ഇങ്ങനെ നോക്കിയോണ്ട് നല്ല ഡ്രസ്സ് കേട്ടോ, ഭയങ്കര ഡ്രസ്സ്. പക്ഷെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രസ്സ് ഇട്ട ആളുടെ ആ ഒരു ഭംഗിയും കൂടെ ചേർത്തിട്ടാണ് വരുന്നത്. ഇപ്പം പുതിയൊരു ഷർട്ട് വന്നു. ഇപ്പോൾ ദുൽഖർ സൽമാൻ അങ്ങനെയുള്ള നായകന്മാരെ കിട്ടുമ്പോൾ ഭയങ്കര ലുക്ക് കേട്ടോ ഷർട്ട്. ആ ഷർട്ടിൻ്റെ ലുക്കല്ല, അവരുടെ ലുക്കായിരിക്കും. അതേപോലെ നല്ല ഭംഗിയുള്ള നടിമാരൊക്കെ ആ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് ഭയങ്കര ട്രെൻഡ് സെറ്റർ ഡ്രസ്സ്, ഇതെന്തായാലും എനിക്ക് വേണമെന്നില്ല. അതായത് നമ്മൾ വിചാരിക്കുന്ന ആ ഷർട്ട് നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഉടനെ നമ്മൾ ദുൽഖർ ആവുന്നു, അല്ലെങ്കിൽ ആ ഒരു നടിയാവുന്നു എന്നാണ് വിചാരിക്കുന്നത്. അതും കൂടാതെ അടുത്ത കോമഡി എന്ന് പറഞ്ഞാൽ ഇത് വാച്ച് അതേപോലെ തന്നെ, ആഭരണങ്ങൾ അതേപോലെ തന്നെ. അതുകൊണ്ട് കുറച്ച് നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക. നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടാലും നമ്മളായിരിക്കും അല്ലേ. ദുൽഖർ ഏത് ഡ്രസ്സ് ഇട്ടാലും, ഒരു മുണ്ടെടുത്തോണ്ട് ഇട്ടാലും, ഏത് ഡ്രസ്സ് ഇട്ടാലും ദുൽഖർ തന്നെ ആയിരിക്കും അല്ലേ. അതേപോലെ തന്നെ ഓരോ ആൾക്കാർക്കും അവരവരുടേതായിട്ടുള്ള ശൈലിയുണ്ട്. അത് ഏത് വസ്ത്രം ഇട്ടാലും അതങ്ങനെ തന്നെയായിരിക്കും. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭഗവാനെ നോക്കിയാൽ മതി. ഇപ്പം മദൻ ഗോപാലിന് ഏത് ഡ്രസ്സ് ഇട്ടാലും മദൻ ഗോപാൽ കൂടുതൽ സുന്ദരനായിരിക്കും. ഒന്നാലോചിച്ചു, ഏത് വസ്ത്രം ഇട്ടാലും. ഇപ്പോൾ പൊതുവെ നീല വസ്ത്രം ഭഗവാൻ നമ്മൾ ഇടത്തില്ല. ഇടാത്തതെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, ഭഗവാൻ ഓൾറെഡി നീല കളറിലായി, കാർമുകിൽ വർണ്ണനല്ലേ, അതുകൊണ്ട്. പക്ഷെ എന്നിട്ടും ഭഗവാൻ എന്തൊരു സുന്ദരനാ നോക്കണേ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് പുറമേയുള്ള വസ്ത്രത്തിലല്ല, അവരുടെ ഒരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹനുമാൻ സ്വാമി നോക്കിയ ഒരു വാനരനാണ്. പക്ഷെ ഹനുമാൻ സ്വാമി എത്ര സുന്ദരനാണ്, മനസ്സിലായില്ലേ. അന്നേരം ഒരാളുടെ നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ ലുക്ക് മാത്രമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പൊതുവെ അങ്ങനെ ആരെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇപ്പം ഇപ്പോഴത്തെ എനിക്ക് അറിഞ്ഞുകൂടാ ആരാ ട്രെൻഡ് എന്ന്. പക്ഷെ പൊതുവെ കേട്ടത് വെച്ചിട്ട് ഞാൻ പറയുവാണ്, ഈ ഒരാൾ പറയുന്നത് കൊല്ലരുതേ എന്ന്. കൊല്ലുകയല്ല, ഞാൻ സത്യം പറഞ്ഞതാ. ഇപ്പോൾ ദുൽഖറിനെ നമുക്ക് കാണുമ്പോഴത്തേക്ക് ചില വ്യക്തികൾ, അദ്ദേഹത്തിൻ്റെ ഫാൻസിനെ ഉദ്ദേശിച്ച് ഞാൻ പറയുകയാണ്, കാണുമ്പോൾ നമുക്ക് വളരെ ഇഷ്ടപ്പെടും. അദ്ദേഹം ഏത് ഡ്രസ്സ് ഇട്ടാലും ഇഷ്ടപ്പെടും. എന്തുകൊണ്ടെന്നറിയാം? കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ യുവാക്കൾ ഒരുപാട് കണ്ടിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ സിനിമകൾ കണ്ട് അവരെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു നല്ല ഇംപ്രഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് അവർ ഇടുന്ന വസ്ത്രം നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ കാണുന്നത്.
അപ്പോൾ അതേ സമയത്ത് ദുൽഖറിനെക്കാട്ടി നല്ല ഹാൻസം ആയിട്ടുള്ള ഒരു വ്യക്തി ആരെങ്കിലും ഏതെങ്കിലും വസ്ത്രം ഇട്ടാലും നമുക്ക് ഇത്രയും അട്രാക്ഷൻ തോന്നത്തില്ല. വെളിനാട്ടിലുള്ള എത്രയോ ഫോറിൻ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, അവരെയൊക്കെ കാണുമ്പോൾ ഇതേ വസ്ത്രമായിരിക്കും അവർ ഓക്കെ എന്നായിരുന്നത്. അന്നേരം ആ ഒരു വ്യക്തിയുടെ ഒരു ഇംപ്രഷൻസ് നമ്മുടെ ഹൃദയത്തിൽ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ വ്യക്തിയെ നോക്കുന്നതുകൊണ്ടാണ് വളരെ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നത്. ഇപ്പം മദൻ ഗോപാൽ, നമ്മൾ ഏത് വസ്ത്രം ഇട്ടാലും നമുക്ക് മദൻ ഗോപാലിനെ ഇഷ്ടമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, കാരണം ഭഗവാനെ നമുക്ക് ഇഷ്ടമാണ്, ഗുരുവായൂരപ്പനെ നമുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ ഏത് വസ്ത്രം ഇട്ടാലും, ഇതുണ്ടോ ഗുരുവായൂരപ്പൻ ഇട്ട വസ്ത്രമാണ്, ഇതെനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ശരീരത്ത് ഭഗവാന്റെ ശരീരവും ഭഗവാനുമായിട്ട് വ്യത്യാസമില്ല. ആ സുന്ദരമായിട്ടുള്ള ആ ഒരു രൂപത്തിൽ ധരിച്ചിരുന്ന വസ്ത്രമാണിത്. മുൻ മേൽശാന്തി അദ്ദേഹം തന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് വസ്ത്രത്തിലോ പുറമേയുള്ള മേക്കപ്പിലോ അല്ല കാര്യങ്ങൾ. ആ ഒരു ഹാൻസം ഈസ് വാട്ട് ഹാൻസം ഡസ്. സുന്ദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പ്രവൃത്തിയാണ്. അതാണ് നമ്മളിപ്പോൾ സുന്ദരകാന്ഡം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹനുമാൻ സ്വാമി സുന്ദരനാണ്, കാരണം ഹനുമാൻ സ്വാമി ചെയ്ത കാര്യങ്ങൾ സുന്ദരമാണ്. നമുക്ക് ഹനുമാൻ സ്വാമിയെക്കുറിച്ച് കേൾക്കുമ്പോഴേ ഇപ്പം ചാടും, ഇപ്പം ഹനുമാൻ സ്വാമി ഇപ്പം ചാടും എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം നമുക്കറിയാം എന്തൊക്കെയാണ് ചാടിയിട്ട് ചെയ്യാൻ പോകുന്നത്. അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ള പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത്, ഹനുമാൻ സ്വാമി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ സുന്ദരമാക്കുക, നമ്മുടെ ചിന്താഗതി സുന്ദരമാക്കുക, നമ്മുടെ ബോധം സുന്ദരമാക്കുക. ചില വ്യക്തിയുടെ അടുത്ത് പോകാനേ നമുക്ക് വലിയ അറപ്പറിയൂ. ആ വ്യക്തിയായിട്ട് എനിക്ക് ഐ കനോട്ട് ജസ്റ്റ് സിംപ്ലി സ്റ്റാൻഡ് ദാറ്റ് പേഴ്സൺ, ഒട്ടും പറ്റത്തില്ലെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ബോധം, ആ ഒരു വ്യക്തിയുടെ ബോധം അത്രയ്ക്ക് മലിനമായിരിക്കും. അന്നേരം ആ ഒരു ബോധം കുറച്ച് വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് ഒരു ഓറ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഓറയും നമ്മുടെ ഓറയായിട്ട് മാച്ച് ആവത്തില്ല. കാരണം അവരുടെ ചിന്താഗതി, അവരൊന്നും പറയത്തില്ലായിരിക്കും, ഇങ്ങനെ ഇരിക്കുമായിരിക്കും. പക്ഷേ അവരുടെ ആ ഒരു ചിന്താഗതി അതൊരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഒരു നെഗറ്റീവ് വൈബ്രേഷൻസിൻ്റെ ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ ഫീൽഡും നമ്മുടെ ഫീൽഡും കൂടെ ആയിട്ട് മാച്ച് ആവത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ നമ്മളെക്കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കുന്ന വ്യക്തികൾ, അസൂയ, അങ്ങനെ ഒരുപാട് ശത്രുതാ മനോഭാവമുള്ള വ്യക്തികൾ, അവരൊന്നും പറയേണ്ട ആവശ്യമില്ല. ചിലപ്പം പുറമെ അവർ ചിരിച്ചും കളിച്ചുമൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്, മനസ്സിലായില്ലേ? പക്ഷെ എന്നാലും ഉള്ളിലൊരു കത്തുന്ന തീ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ. അത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. സോ അതാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതേ സമയത്ത് നമ്മളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ, നിസ്വാർത്ഥമായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നമ്മളോടൊന്നും പറയേണ്ട ആവശ്യമില്ല. അവർ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്താഗതി, അവരുടെ ബോധം നമ്മളെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. അത് നമുക്കൊരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യും. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അവരുടെ വസ്ത്രത്തിനോടോ അവരുടെ പുറമേയുള്ള അവരിടുന്ന ആഭരണങ്ങളോ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സോ ഈ വാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിലല്ല നമ്മൾ കൂടുതൽ അട്രാക്റ്റഡ് ആകേണ്ടത്. നമ്മൾ ആ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിക്കായിരിക്കണം നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഗ്ലാമർ വേൾഡാണ്. സിനിമാ കഥാപാത്രങ്ങളെ മാത്രം നമ്മൾ അട്രാക്റ്റീവായിട്ട് കാണുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, സിനിമ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമല്ല. സിനിമയിൽ അവർ കാണിക്കുന്ന ഓരോ കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ട് അവരോട് നമ്മൾ ഇഷ്ടം തോന്നുന്നു. കാരണം നമുക്കിഷ്ടം ആ ഒരു നായകനെ അല്ല, യഥാർത്ഥത്തിൽ നമുക്കിഷ്ടം ആ ഒരു കഥാപാത്രത്തെയാണ്. എന്നാൽ ആ കഥാപാത്രത്തെ ഇഷ്ടപ്പെടുന്നതിൽ തെറ്റില്ല. ആ കഥാപാത്രങ്ങൾ അഭിനയിച്ചതുകൊണ്ട് ആ ഒരു നായകനോട് നമുക്കൊരു ബഹുമാനം തോന്നുന്നത് തെറ്റില്ല. പക്ഷെ ആ ഒരു കഥാപാത്രം നായകനാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അഭിനയിച്ച ആളും അതേ കഥാപാത്രത്തിലുള്ള വ്യക്തികളാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് മണ്ടത്തരമാണ്, തെറ്റാണ്. തീർച്ചയായിട്ടും ആ കഥാപാത്രവും ആ നായകൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും അതേ കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലെ ഒരു റോൾ മോഡലായിട്ട് കാണാൻ പറ്റും.
അതായത് സിനിമ അവരുടെ കഥാപാത്രത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സിനിമയിൽ ഒരു കഥാപാത്രത്തെ കാണും, നായകനായിട്ട് വരുന്ന കഥാപാത്രം. ആ ഒരു കഥാപാത്രം വളരെ സ്വാർത്ഥനാണ്, എല്ലാവരും ദ്രോഹിക്കുന്നു, ദുഷ്ടനാണ്, സ്വന്തം കാര്യം മാത്രം, എങ്ങനെ കാശുണ്ടാക്കാം, എങ്ങനെ കൂടുതൽ സ്ത്രീജനങ്ങളെ നശിപ്പിക്കാം, എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ കാശ് എങ്ങനെ കൂടുതൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന വ്യക്തികളെ നായകനായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നായകൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അവർ മറ്റുള്ളവരോട് ധർമ്മം, ഇത് നല്ലത് ചെയ്യുന്ന വ്യക്തികൾ മാത്രമേ നമ്മൾ ഇതായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നത്തെ സിനിമകളിലൊക്കെ നോക്കുകയാണെങ്കിൽ നായകൻ കള്ളു കുടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, അതൊന്നും ശരിയല്ല. പക്ഷെ ശരി, അതും അവർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിചാരിക്കട്ടെ. പക്ഷെ എന്നിട്ടും അവരുടെ ഉള്ളിലുള്ള നന്മയാണ് അവരെ നായകനാക്കുന്നത്. മറ്റുള്ളവർക്കൊരു വിഷമം വരുമ്പോൾ അവന് വിഷമം തോന്നുന്നു, മറ്റുള്ളവർക്ക് പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി അവൻ്റെ ജീവനും കൊടുക്കുന്നു നായകനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ. ഇതാരുടെ ലക്ഷണമാണ്? അത് നമ്മുടെ ഭഗവാന്റെ ലക്ഷണമാണ്. ശ്രീരാമചന്ദ്രമൂർത്തി എപ്പോഴും ഇതേ സ്വഭാവമാണ്, നിസ്വാർത്ഥനാണ്, മറ്റുള്ളവരെ പരിരക്ഷിക്കാൻ വേണ്ടി ഏത് അറ്റം വരെ പോവും. അന്നേരം അന്നും ഇന്നും നായകൻ എപ്പോഴും ഭഗവാൻ തന്നെയാണ്. അന്നേരം ഈ ക്യാരക്ടേഴ്സിലുള്ള ഗുണങ്ങളൊക്കെ ഒറിജിനലി ഭഗവാനിലേ ഉള്ളൂ, വേറെ ആരിലും ഇല്ല. യഥാർത്ഥ നിസ്വാർത്ഥത ഭഗവാനിലേ ഉള്ളൂ. ആ നിസ്വാർത്ഥത കൊണ്ടാണ് ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരുന്നത്, മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്തിന് ഭഗവാൻ ഇങ്ങനെ ഇറങ്ങി വരണം? ആ അച്ഛൻ ദശരഥൻ പറഞ്ഞപ്പോൾ, കൈകേയി ഇങ്ങനെ നിർബന്ധിപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് ഭഗവാൻ ആ ഒരു സ്വാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. ശരി, രാവണനെ കൊല്ലണം, രാവണനെ എങ്ങനെ വേണമെങ്കിലും കൊല്ലാലോ, 14 വർഷം വനവാസത്തിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? ഭഗവാൻ വിചാരിച്ച എന്താ? ഞാൻ അഖിലകോടി ബ്രഹ്മാണ്ട നായകൻ, ഞാൻ ഇതിന് 14 വർഷം കാട്ടിലിരിക്കണം എന്ന് ഭഗവാൻ ചോദിച്ചൂടെ? ഭഗവാൻ വിചാരിച്ച സ്റ്റോറി ലൈനൊന്നും മാറത്തില്ലേ? എല്ലാം മാറും. പക്ഷെ ഭഗവാൻ ഭൗതിക ലോകത്തിൽ വരുമ്പോൾ ഭഗവാന്റേതായിട്ടുള്ള കൺട്രോൾ അധികമൊന്നും എക്സിബിറ്റ് ചെയ്യത്തില്ല. സാഹചര്യം അനുസരിച്ച് അതിനനുസരിച്ച് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ മാറ്റും എന്നുള്ളതാണ്. അതിലൊന്ന് ആലോചിച്ച് നോക്കൂ, യഥാർത്ഥ ഹീറോ ഭഗവാൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. കാരണം ഒരു നായകനിൽ കാണുന്ന ഗുണങ്ങളെല്ലാം ഭഗവാനിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന നായകൻ എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരനായിരിക്കണം. ഭഗവാനെ പോലെ സൗന്ദര്യം ആർക്കാണുള്ളത്? ആർക്കുമില്ല. മറ്റുള്ള നായകന്മാർക്കൊക്കെ അവരുടെ സൗന്ദര്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പെടാപ്പാട് പെടണം. ആഹാരത്തിലുള്ള നിയന്ത്രണം, പിന്നെ സർജറി, റെഗുലർലി എന്തെങ്കിലുമൊക്കെ സർജറി ചെയ്യണം, തൊലിയൊക്കെ ചുളുങ്ങാതിരിക്കാൻ. രാവിലെ നല്ലപോലെ ജിമ്മിലൊക്കെ പോയി ഓടണം, കുറേ വർക്കൗട്ട് ചെയ്തെങ്കിലാണ് ഒരുവിധം അവരുടെ ശരീരം ഇങ്ങനെ ഇരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു. ഇതും പോരാഞ്ഞിട്ട് മേക്കപ്പിൻ്റെ നല്ലൊരു പരിശ്രമം തന്നെ വേണം. മേക്കപ്പും പോയിട്ട് ഇപ്പോൾ VFX ഉണ്ട്. VFX എന്ന് പറഞ്ഞാൽ ഒറിജിനലി നായകൻ്റെ മുഖം ചുളുങ്ങിയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, പക്ഷെ നമ്മൾ കാണുമ്പോൾ ചുളുക്കൊന്നും കാണത്തില്ല. പുറമേ ഇതെല്ലാം അവർ സെറ്റ് ചെയ്ത് തരും എന്നുള്ളത്. എന്നിട്ട് ഇത് നമ്മൾ കണ്ടിട്ട് ഇത്രയും പ്രായമായിട്ട് ഈ നായകന് പ്രായം തോന്നിക്കുന്നില്ലല്ലോ. നമുക്കറിയാം അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്. എന്നിട്ട് നമ്മൾ അവരോട് ആകൃഷ്ടരായിരിക്കുന്നു, അവരെല്ലാമാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നു. പക്ഷെ യഥാർത്ഥ നായകനെ നമ്മൾ തിരിച്ചറിയുന്നില്ല. നിത്യഹരിത നായകൻ എന്നും ശ്രീരാമചന്ദ്രമൂർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ ത്യാഗം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഭഗവാൻ എന്നുള്ള കാര്യം തീർച്ചയാണ്, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നായകനാകുന്നത്. കാരണം ഇത്രയും കൺട്രോളുള്ള ആ ഒരു ഭഗവാൻ നമുക്ക് വേണ്ടി താഴെ ഇറങ്ങി വന്ന് കാട്ടിലൂടെ ഒരു പാതകം പോലും ഇല്ലാതെ നടക്കുകയാണ്, കാട്ടിൻ്റെ ഇടയിലൂടെയൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ഭഗവാൻ ചെയ്ത ത്യാഗം നമ്മൾ എങ്ങനെ മറക്കാനാണ്? ഭഗവാൻ അനുഭവിച്ച ദുഃഖങ്ങൾ നമ്മൾ എങ്ങനെ മറക്കാനാണ്? ഇതെല്ലാം എന്തിനു വേണ്ടി ചെയ്തു? നമ്മൾ വിചാരിക്കും നമ്മൾ ഇതെല്ലാം ഭഗവാന്റെ ഒരു ലീലയായിട്ട്, ഭഗവാന്റെ ഡ്രാമയല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിലും എന്തിന് ഇത്രയും നാടകം ഭഗവാൻ ചെയ്തു? കാരണം അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിപ്പിക്കാൻ, അദ്ദേഹത്തെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഓർമ്മകൾ കൊണ്ടുവരാൻ വേണ്ടി.
കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭഗവാൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അദ്ദേഹത്തെ ഓർക്കും. അങ്ങനെ സ്മരണയിലൂടെ നമുക്ക് മോക്ഷം ലഭിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭഗവാന്റെ ത്യാഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു നായകൻ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. ഇനി മറ്റ് നായകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എത്ര ഫാൻസ് ഉണ്ടെങ്കിലും ഒരു ഫാനിനെ പോലും അവർക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ A to Z എത്ര ജന്മങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്തോ അതിനെക്കുറിച്ചുള്ള എല്ലാ ഹിസ്റ്ററിയും ശ്രീരാമ ഭഗവാൻ അറിയാം, നമ്മുടെ ഗുരുവായൂരപ്പൻ അറിയാം, യാതൊരു സംശയമില്ല. എത്രയോ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം അറിയാം, നമ്മുടെ ബയോഡേറ്റ ഫുൾ അറിയാം. നമ്മുടെ ഒരു കാര്യം അങ്ങോട്ട് അദ്ദേഹത്തിനോട് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഉള്ളിൽ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. എന്നിട്ട് ഇങ്ങനൊരു നായകനെ നമുക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? എന്നിട്ട് ഈ ഒരു നായകനെ പ്രകീർത്തിക്കുന്നതിന് പകരം മറ്റ് നായകന്മാരെ പ്രകീർത്തിച്ച് അവരെല്ലാവരും വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നത് ശരിയാണോ? ഇത് അവരോടുള്ള ഇതൊന്നുമല്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള തൊഴിലുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നത്, ഞാനും എൻ്റെ തൊഴിൽ ചെയ്യുകയാണ്, ഭഗവാനെക്കുറിച്ച് എല്ലാവരും ഓർമ്മിപ്പിക്കുക എന്നുള്ളൊരു ആ ഒരു ഉദ്യമം. അതേപോലെ നടന്മാരും നടിമാരും അവരവരുടേതായിട്ടുള്ള തൊഴിലാണ് അവർ ചെയ്യുന്നത്. അതിനപ്പുറത്തായിട്ട് അവരെ ഒരു റോൾ മോഡലായിട്ട് കാണണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിലായിരിക്കണം അവരുടെ എല്ലാ പ്രവൃത്തികളും. അല്ലാതെ അവരെയൊക്കെ കണ്ണുമടച്ച് റോൾ മോഡലായിട്ട് ഇന്നത്തെ തലമുറ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. നമ്മളെപ്പോഴും റോൾ മോഡലായിട്ട് കാണേണ്ടത് രാമായണം മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളാണ്. ഇതൊന്നും കഥകളല്ല, യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ ഇതിഹാസം അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അതിനെക്കുറിച്ചൊക്കെ കുറച്ച് പറയണമെന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. ഭഗവാന്റെ തിരുനാമം ജപിച്ച് തുടങ്ങാം. രാമ 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 കൃഷ്ണ ഗോവിന്ദ മാധവ കേശവ പാണ്ഡുരംഗ വിഠല ശ്രീനിവാസ. രാമ കൃഷ്ണ ഗോവിന്ദ മാധവ കേശവ പാണ്ഡുരംഗ വിഠല ശ്രീനിവാസ. രാമ 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 രാമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനാശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മह्यं ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സകലരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിൻ ഇതി നാമിനേ.
नमाचार्यपादाय निताय कृपप्रदायिने गौरगदाधामदाय नगरग्रामतारिणे नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे मूगं करोति वाचालं पंगुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं हरि ओं तत्सत् हरे कृष्ण. യോഗീന്ദ്രാണം പാടി കേട്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. രക്ഷ. നമുക്ക് രാമായണം ആരംഭിക്കാം. രഘുപതി രാഘവ രാജാ രാം പതിത പാവന സീതാരാം. രഘുപതി രാഘവ രാജാ രാം പതിത പാവന സീതാരാം. സീതാദേവി നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ഹനുമാൻ സ്വാമിയെ കണ്ടപ്പോൾ അത്ഭുതമായി. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ സീതാദേവിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ആകെ കൂടെ കൺഫ്യൂഷനിലാണ്. അങ്ങനെ സീതാദേവി എപ്പോഴും ഇതൊരു സ്വപ്നമായിട്ടാണ് കണ്ടത്. പിന്നെ ഹനുമാൻ സ്വാമി ഇപ്പോൾ പറയുകയാണ്. ഹനുമാൻ സ്വാമി നേരെ മുന്നിട്ട് വരികയാണ്. നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. തസ്യ തത്വചനം ശ്രുത്വാ ഹനുമാൻ ഹരിയൂതപ ദുഃഖ്യാദ് ദുഃഖ അഭിഭൂതായ ശാന്തം ഉത്തരം അബ്രവീത്. സീതാദേവിയുടെ വചനങ്ങൾ കേട്ടപ്പോൾ ഒരു ദുഃഖം മാറി അടുത്ത ദുഃഖത്തിലിരുന്ന സീതാദേവി പല പല ചോദ്യങ്ങൾ ചോദിക്കും. ഇത് ഇങ്ങനെയാണോ, രാക്ഷസനാണോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. ഇങ്ങനെ വളരെ സീതാദേവി എടുത്ത് വളരെ സ്നേഹത്തോടു കൂടി ഹനുമാൻ സ്വാമി പറയുകയാണ്. അഹം രാമസ്യ സന്ദേശാത് ദേവി ദൂത തവ ആഗത വൈദേഹി കുശല രാമ ത്വം ച കൗശലം അബ്രവീത്. സീതാദേവി വിദേഹ രാജ്യത്തിൻ്റെ രാജ്ഞി, ഞാൻ രാമൻ്റെ നിർദ്ദേശപ്രകാരം ദൂതനായിട്ട് വന്നിരിക്കുകയാണ്. രാമൻ അന്വേഷിച്ചു, ദേവിക്കെല്ലാം സുഖമല്ലേ? വൈദേഹി കുശലീ രാമ ത്വം ച കൗശലം അബ്രവീത്.
ജ്വാ കൗശലം അബ്രവീത്. കേൾക്കാൻ എത്ര മധുരമാണ് നോക്കണേ. അത് ഹനുമാൻ സ്വാമിയുടെ വചനങ്ങളാണ്. യോ ബ്രാഹ്മ അസ്ത്രം വേദാഞ്ച വേദ വേദവിദാംബര സത്വാം ദാശരഥി രാമോ ദേവി കൗശലം അബ്രവീത്. ഓ ദിവ്യ നാരീജനമേ, ദശരഥ രാജൻ്റെ മകൻ, വേദങ്ങൾ അറിയുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമൻ, ബ്രഹ്മാസ്ത്രം അറിയുന്ന ആ ഒരു വ്യക്തി, അങ്ങയെക്കുറിച്ച് സീതാദേവി അങ്ങയുടെ ക്ഷേമത്തെക്കുറിച്ച് അന്വേഷിച്ചു. ദേവി കൗശലം അബ്രവീത്. ലക്ഷ്മണ ച മഹാതേജ ഭർത്തു തേ അനുചര പ്രിയ കൃതവാൻ സംതപ്ത ശിരസാ തേ അഭിവാദനം. ഇത്ര മധുരമല്ല കേൾക്കാൻ. ആ മഹാതേജസ്വിയായിട്ടുള്ള ലക്ഷ്മണൻ, എല്ലാവരുടെയും പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങയുടെ സീതാദേവിയുടെ അവിടുത്തെ പതിയുടെ അനുയായി, വളരെയധികം വിഷമത്തിലാണ്. അങ്ങേ കാണാത്തതുകൊണ്ട് ദേവി, അദ്ദേഹവും ദേവിക്ക് വേണ്ടിയുള്ള നമസ്കാരങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ശിരസ് ദേവിയുടെ മുന്നിൽ നമസ്കരിക്കാൻ, എനിക്ക് വേണ്ടി നമസ്കരിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കണ്ടില്ലേ ലക്ഷ്മണൻ്റെ ആ ഒരു വീക്ഷണം നോക്കണേ. സതയോ കുശലം ദേവി നിശമ്യ നരസിംഹയോ പ്രീതി സംഹൃഷ്ട സർവ അംഗി ഹനുമാന്തം അത അബ്രവീത്. രാമൻ്റെ ലക്ഷ്മണനും നല്ല സുഖമായിട്ടിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ആ ദിവ്യ നാരീജനം ശരീരമാകെ ഒരു രോമാഞ്ചം ഉണ്ടായി. ദേവിക്ക് വളരെ സന്തോഷമായി. എന്നിട്ട് ഹനുമാൻ സ്വാമിട്ട് ഇങ്ങനെ പറഞ്ഞു: കല്യാണി ബദഗതായം ലൗകിക പ്രതിഭാതിമേ ഏഹി ജീവന്തമന്തോ ആനന്ദോ നരം വർഷശതാതപി. എത്രയോ 100 വർഷം ജീവിച്ചിരുന്നിട്ട് മുഴുവൻ ദുഃഖത്തിലായിരുന്നു. പക്ഷെ അവസാന നിമിഷം ഒരു വാർത്ത, ഏറ്റവും കൂടുതൽ കേൾക്കാൻ കൊതിക്കുന്ന വാർത്ത കേൾക്കുമ്പോൾ അത്രയും വർഷങ്ങൾ അനുഭവിച്ച ദുഃഖമൊക്കെ മറന്നിട്ട് സന്തോഷിക്കുന്ന പോലെ ഇതെല്ലാം ശുഭകരമായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നു. തയോ സമാഗമേ തസ്മിൻ പ്രീതി ഉത്പാദിതാദ്ഭുത പരസ്പരേണ ചാലപം വിശ്വസ്തോ തൗ പ്രശക്രതു. അങ്ങനെ സൗഹൃദത്തോടു കൂടി സീതാദേവി സംസാരിക്കുകയാണ് ഹനുമാൻ്റെ അടുത്ത്. രണ്ടുപേരും വിശ്വാസമായി. ഹനുമാൻ സ്വാമിയെ സീതാദേവിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അത്രയും വിഷമത്തിലിരിക്കുമ്പോഴാണ് സീതാദേവി ആ ഒരു ആശ്വാസവചനങ്ങൾ കൊടുത്തതാണ് ഹനുമാൻ സ്വാമി. തസ്യ തത്വചനം ശ്രുത്വാ ഹനുമാൻ ഹരിയൂഥപ സീതയാ ശോകദീനയാ സമീപം ഉപചക്രവേ. ഇനിയുള്ള സംസാരം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം രണ്ടുപേരും മഹാബുദ്ധിശാലികളാണ്. സീതാദേവി ഒന്നും വിട്ടു പറയത്തുമില്ല. ഇനി കുറേ, പക്ഷെ ഹനുമാൻ സ്വാമിയാണ് മഹാബുദ്ധിശാലി. കറക്റ്റായിട്ട് സീതാദേവി സംസാരിക്കുന്ന എന്തിനു വേണ്ടിയാണ്, എന്തുദ്ദേശത്തോടു കൂടിയാണ്, എല്ലാം പിടിച്ചെടുക്കുന്നുള്ള ഹനുമാൻ സ്വാമി. നോക്കണേ എന്താ പറയുന്നത്. അങ്ങനെ സീതാദേവി പറയുന്ന ആ കാര്യമൊക്കെ കേട്ടിട്ട് വിഷമത്തോട് പറഞ്ഞ ഹനുമാൻ സ്വാമി സീതാദേവിയുടെ അടുത്തോട്ട് പോയി. യഥാ യഥാ സമീപം സ ഹനുമാൻ ഉപസർപ്പതി തഥാ തഥാ രാവണസ്സ തം സീത പരിശങ്കതേ. അന്നേരം ഹനുമാൻ സ്വാമി അടുത്തോട്ട് പോകുമ്പോൾ ഇത് രാവണനാണോ, അന്നേരം ഇങ്ങനെ വരുന്നത് രാവണനല്ലേ എന്ന് പറഞ്ഞ് സീതാദേവി പാവം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹോ ദിക്തികൃതം ഇതം കഥിതം ഹി യഥ അസ്യമേ രൂപ അന്തരം. കാരണം എന്താന്ന് വെച്ചാൽ ഹനുമാൻ സ്വാമി പെട്ടെന്ന് മുന്നിൽ വന്ന് ഞാൻ സീതാദേവി ഒറ്റ വിളിച്ചുകൂലാണെങ്കിൽ എല്ലാം തീർന്നു അതോടുകൂടി. അതുകൊണ്ട് ഹനുമാൻ സ്വാമി വളരെ ബുദ്ധിപരമായിട്ട് മെല്ലെ മെല്ലെ മെല്ലെ, അത് സീതാദേവിക്ക് വിശ്വാസമായെന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് മെല്ലെ മെല്ലെ അടുത്തോട്ട് വരുന്നത്. കാരണം വിളിച്ചു കൂവി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവണൻ വരും. അതോടുകൂടി എല്ലാ കാര്യങ്ങളും ഗോവിന്ദ ഗോവിന്ദ. അഹോ ദിക്തികൃതം ഇതം കഥിതം യതസ്യ മേ രൂപ അന്തരമുപാഗമ്യ സ ഏവ അയം ഹി രാവണഃ. എന്നാൽ ഉടനെ സീതാദേവി വിചാരിക്കുകയാണ്, ഷോ എത്ര നാണക്കേടാണ്, ഞാൻ ഇത്രയ്ക്ക് ഇവനോട് തുറന്നു പറയേണ്ട ആവശ്യമുണ്ട്, ഇത് രാവണൻ തന്നെയാണ്, അല്ലെങ്കിൽ ഇത്ര ഇങ്ങനെ അടുത്തോട്ട് വരും.
അത് ഹനുമാൻ സ്വാമി വളരെ സന്തോഷത്തോടു കൂടി സ്വന്തം സ്വാമിയുടെ പത്നിയെ കണ്ടു എന്ന് പറഞ്ഞ സന്തോഷത്തിൽ പാവം ഇങ്ങനെ അടുത്തോട്ട് വരികയാണ്. പക്ഷെ ഹനുമാൻ ഇപ്പൊ വന്ന് സീതാദേവിക്ക് ആരെയും വിശ്വാസം ഇല്ലാതായിരിക്കുകയാണ്. കാരണം ഒരു അബദ്ധം പറ്റിയല്ലോ, മാരീചനെ കണ്ട് മാനാണെന്ന് വിചാരിച്ചു. പിന്നെ സീതാദേവി എല്ലാവരും ആ നോട്ടത്തിലാണ് നോക്കുന്നത് പാവം. അന്നേരം ഇവൻ തീർച്ചയായിട്ടും രാവണനാണ്, വേറൊരു വേഷം ധരിച്ചു വന്നിരിക്കുകയാണ് എന്ന് വിചാരിക്കുകയാണ്. തം അശോകസ്യ ശാഖാംസ വിമത്വ ശോകകർഷിത തസ്യാമേവ അന്വദ്യ അംഗീ ധരണ്യാം സമുപാവിശത്. അങ്ങനെ സീതാദേവി അവിടെ തന്നെ തറയിലിരുന്ന് വളരെയധികം വിഷമത്തിലിരിക്കുകയാണ്. ഹനുമാനപി ദുഃഖാർത്ഥാം തം ദൃഷ്ട്വാ ഭയമോഹിതാം അവന്തത മഹാബാഹു തഥാ താം ജനകാത്മജാം സചൈനം ഭയവിത്രസ്ഥ ഭൂയോ ന ഏവ അഭ്യുദൈക്ഷത്. സീതാദേവി ഇങ്ങനെ വിഷമത്തിലാണെന്ന് അറിഞ്ഞിട്ട് ഒരുപാട് ദേഷ്യത്തിലും ഭയത്തിലും ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? ഹനുമാൻ സ്വാമി നമസ്കരിച്ചു. സീതാദേവി ഭയം കൊണ്ട് ഹനുമാൻ സ്വാമിയുടെ മുഖത്ത് പോലും നോക്കുന്നില്ല. തം ദൃഷ്ട്വാ വന്ദമാനം തു സീതാ ശശിനിഭം മാനന അബ്രവീ ദീർഘം ഉച്ഛ്വസ്യ വാനരം മധുരസ്വര. വളരെ മധുരസ്വരത്തിൽ ഹനുമാൻ സ്വാമി പറയാണ്, അങ്ങനെ തൊഴുത് നിൽക്കുമ്പോൾ അല്ലേ, ഹനുമാൻ സ്വാമി ഇങ്ങനെ തൊഴുത് നിൽക്കുന്ന കാണുമ്പോൾ ആർക്കായാലും വലിയൊരു സ്നേഹം തോന്നും ഹനുമാൻ സ്വാമി അടുത്ത്. അന്നേരം ഹനുമാൻ സ്വാമി ഇങ്ങനെ കൈയൊക്കെ കൂപ്പിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സീതാദേവിയുടെ ഉള്ളിൽ വീണ്ടും മാറ്റങ്ങൾ സംഭവിച്ചു. അന്നേരം സീതാദേവി അടുത്ത എന്താ പറയുക നോക്കാം. മായാം പ്രവിഷ്ടോ മായാവി യദിത്വം രാവണ സ്വയം ഉത്പാദ്യസി മേ ഭൂയം സംതാപം തനന ശോഭനം. നീ രാവണനാണെങ്കിൽ, നീ നിന്റെ മായാശക്തി ഉപയോഗിക്കുകയാണെങ്കിൽ നീ എന്നെ കൂടുതൽ വിഷമത്തിൽ ഇടാൻ പോവുകയാണ്. ഇത് നിനക്ക് നല്ലതല്ല. പാവം സീതാദേവി പറയുകയാണ്, സ്വം പരിത്യജ്യ രൂപം യേ പരിവ്രാജക രൂപദ്രത് ജനസ്ഥാനേ മയാ ദൃഷ്ട ത്വം സ ഏവ ആസി രാവണ. നീ തീർച്ചയായിട്ടും അതേ രാവണൻ തന്നെയാണ്. നിന്റെ യഥാർത്ഥ രൂപം മാറ്റി ഈ ഒരു സാധുവിൻ്റെ വേഷം ധരിച്ച് നീ അന്ന് എന്നെ പറ്റിച്ചു ജനസ്ഥാനത്ത് വെച്ച്. ഉപവാസ കൃഷാം ദീനം കാമരൂപ നിശാചര സമ്പത്യാപ്യസി മാം ഭൂയ സമ്പദാം തനന ശോഭനം. രാക്ഷസ, നിനക്ക് ഇഷ്ടമുള്ള ഏത് രൂപവും നിനക്ക് എടുക്കാൻ പറ്റും. ഇനി വീണ്ടും വീണ്ടും എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് നിനക്ക് ശരിയല്ല. ഞാൻ ഭക്ഷണവും കഴിക്കാതെ ആകെ കൂടെ വിഷമിച്ചിരിക്കുകയാണ്, എന്നെ കൂടുതൽ ഇങ്ങനെ ദ്രോഹിക്കരുത് എന്ന് പറയാണ്. അഥവാ നൈതദേവം ഹി യത്മയാ പരിശാങ്കിതം മനസോ ഹി മാം പ്രീതരുത്പന്ന തവ ദർശനാത്. രണ്ട് രീതിയിൽ സീതാദേവി ചിന്തിക്കുകയാണ് പാവം. പക്ഷേ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ഇത്രയും ആനന്ദം വരേണ്ട കാര്യമില്ലല്ലോ, രാവണനാണെങ്കിൽ എനിക്കിങ്ങനെ ആനന്ദം വരത്തില്ലല്ലോ എന്ന് സീതാദേവി ഇങ്ങനെ പാവം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ രീതിയിലാണ് പറ്റിച്ചത്. കാരണം സീതാദേവി ഒന്നും ചിന്തിച്ചില്ല. ആ സമയത്ത് മാരീചനെ കൊണ്ടുവന്നു, പിന്നെ ഒരു സാധുവിൻ്റെ വേഷത്തിൽ സീതാദേവി പറ്റിച്ചു. അതെല്ലാം സീതാദേവിക്ക് ഒരുപാട് വിഷമം കൊടുത്തു. യദി രാമസ്യ ദൂതാത്വം ആഗതോ ഭദ്രമസ്തു തേ പൃച്ഛാമി ത്വാം ഹരിശ്രേഷ്ഠ പ്രിയ രാമ കഥഹി മേ. യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ മോതിരം കയ്യിലുണ്ട്. പക്ഷേ സീതാദേവിയെ കണ്ട സന്തോഷത്തിൽ ഹനുമാൻ സ്വാമി അതൊക്കെ മറന്നിട്ട് ഇങ്ങനെ സീതാദേവിയുടെ എങ്ങനെയെങ്കിലും സീതാദേവി ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. മോതിരം കാണിച്ചാൽ മതിയായിരുന്നു. രാമദൂതനായിട്ടാണ് വന്നിരുന്നെങ്കിൽ നിനക്ക് അനുഗ്രഹം ലഭിക്കട്ടെ വാനര. അതുകൊണ്ട് രാമനെക്കുറിച്ച് കേൾക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് രാമനെക്കുറിച്ച് വീണ്ടും പറയൂ എന്ന് പറയുകയാണ്. ഗുണാൻ രാമസ്യ കഥം പ്രിയസ്യ മമ വാനര ചിത്തം ഹരസ്യ മേ സൗമ്യം നദീകൂലം യഥാരയ. വാനരശ്രേഷ്ഠ, രാമൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഇനിയും പറയൂ. അന്നേരം നദി ഇങ്ങനെ നിറഞ്ഞൊഴുകുമ്പോൾ ആ കാണാൻ എത്ര ഭംഗിയാണ്, അതേപോലെ എൻ്റെ മനസ്സങ്ങ് നിറയുകയാണ് രാമൻ്റെ കഥകൾ കേൾക്കുമ്പോൾ. ഇനിയും പറയൂ എന്ന് പറയുകയാണ്.
अहो स्वप्रस्य सुगता या अहम् एवं चिरमाहता. പ്രേഷിതം നാമ പശ്യാമി രാഘവേണ വന ഓഗസൻ. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ രാമൻ അയച്ച ഒരു വാനരെ കാണുന്നത്. എത്ര സുന്ദരമായിട്ടുള്ള സ്വപ്നമാണിത്. ഇത്രയും ദിവസം കഴിഞ്ഞപ്പോൾ പാവം ആ ഹനുമാൻ സ്വാമി മുന്നിട്ട് കാണുമ്പോഴും സന്തോഷമുണ്ട്. പക്ഷേ ഇത് സ്വപ്നമാണോ അതോ രാവണൻ്റെ മായാശക്തിയാണോ? കാരണം രാവണൻ ആ രീതിയിലാണ് പറ്റിച്ചത്. അതുകൊണ്ട് സ്വപ്രേമീ യദ്യഹം വീരം രാഘവം സഹലക്ഷ്മണം പശ്യേയം നാവസീതേയം സ്വപ്രോപീ മമ മത്സരി. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് രാമസ്വാമി ശ്രീരാമചന്ദ്രമൂർത്തി ആ മോതിരം കൊടുത്തത്. കാരണം ഒരിക്കൽ പറ്റിച്ചതായതുകൊണ്ട് സീതാദേവി പെട്ടെന്ന് വിശ്വസിക്കത്തില്ല ഹനുമാനെ എന്നറിയാം. അന്നേരം ഞാൻ രാമനെ ലക്ഷ്മണനെ ഒരുമിച്ച് കണ്ടിരുന്നുവെങ്കിൽ എങ്ങനെ ഒരു വിഷമം ഉണ്ടാകത്തില്ല. അന്നേരം ഈ ഒരു സ്വപ്നവും വെറുതെയാണ് എന്നൊക്കെ സീതാദേവി പറയാം. നാഹം സ്വപ്നയിമം കിം കിം നോ സ്യാചിത്തമോഹോ അയം ഭവേത വാദ്ഗതി തുയം ഉന്മാദജോ വികാരൂപാ സ്യാത് ഇയം മൃഗ തൃഷ്ണിക. എത്ര ഈ ഒരു മോഹം മായ എന്ന് പറഞ്ഞാൽ എത്ര വിഷമം കൊണ്ടുവരുന്നതാണ് അല്ലേ? അന്നേരം പല രീതിയിൽ ഞാൻ ഇത്രയും കാലവും ഭഗവാനെക്കുറിച്ച് ചിന്തിച്ച് ഒരു ഉന്മാദ അവസ്ഥയിലാണോ ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ സീതാദേവി ചിന്തിക്കും. അഥവാ നയം ഉന്മാദോ മോഹോ അഭിന്മാദ ലക്ഷണ ദേചാഹമാത്മാനം ചാപി വന ഓഗസാം. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ എൻ്റെ ഭ്രാന്തായിരിക്കത്തില്ല, അല്ലെങ്കിൽ മായ ആയിരിക്കത്തില്ല. അന്നേരം എനിക്ക് എന്നെക്കുറിച്ചും അറിയാം, പിന്നെ ഈ ഒരു ബാലൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടും അറിയാം എന്നൊക്കെ പറയുകയാണ്. ഇത് ഏവം ബഹുദാ സീത സമ്പ്രദാര്യ ബലാബലം രക്ഷസാം കാമരൂപത്വാൻ മേനേത്തം രാക്ഷസം. അന്നേരം സീതാദേവി ഏതൊക്കെ രീതിയിലാണ് ചിന്തിക്കുന്നത് നോക്കണം. അന്നേരം ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി ഈ ഒരു സീതാദേവിക്ക് വേണ്ടി തന്നെയാണ് നമ്മളെല്ലാവരും ഇത്രയും കഠിനമായിട്ട് പ്രയത്നിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ലോകത്തിലുള്ള ഒരു നാരീജനവും ഈ സീതാദേവിയുടെ തത്തുല്യം വരത്തില്ല. ആ സീതാദേവിയുടെ തൃപ്പാതിൽ ഒരു നഖത്തിൻ്റെ ഭാഗം പോലും വരത്തില്ല. അത്രയ്ക്ക് അമൂല്യ രത്നമാണ് ഈ സീതാദേവി. എന്തുകൊണ്ട് ആ രാമൻ ഈ സീതാദേവിയെക്കുറിച്ച് വിഷമിച്ചുകൂടാ? തീർച്ചയായിട്ടും വിഷമിക്കണം. ഇത് അമൂല്യമായിട്ടുള്ള ഒരു രത്നം തന്നെയാണ് സീതാദേവി എന്ന് ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി. അങ്ങനെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നല്ല ശുഭകരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ അതും സീതാദേവി അന്വേഷിക്കുന്നു. പിന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങളും ഇത് ഇങ്ങനെ ആയിരിക്കോ അങ്ങനെ ആയിരിക്കോ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും പല പല ആംഗിളിലൂടെയും ഇത് സീതാദേവി ചിന്തിക്കുകയാണ്. പിന്നെ അവസാനം ഇത് രാവണൻ തന്നെയാണെന്ന് സീതാദേവി വിചാരിച്ചു. കാരണം രാവണൻ എപ്പോഴും രൂപം മാറ്റാൻ പറ്റുമല്ലോ. ഏതാം ബുദ്ധി തഥാം കൃത്വാ സീതാ സതനു മധ്യമ ന പ്രതിവ്യജാര അഥ വാനരം ജനകാത്മജ. അങ്ങനെ സീതാദേവി ജനകപുത്രി പിന്നെ ഒന്നും മറുപടി ഹനുമാന് കൊടുത്തില്ല. സീതാദേവി ഉറപ്പിച്ചു ഇത് രാവണൻ തന്നെയാണ്. അതിനുശേഷം നോക്കാം. സീതയാ ചിന്തിതം ബുദ്ധ ഹനുമാൻ മാരുതാത്മജ ശ്രോത അനുകൂലൈ വചനൈ തഥാ താം സംപ്രഹർഷയാത്. അന്നേരം സീതാദേവി എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വായുപുത്രൻ സീതാദേവിക്ക് ഒരുപാട് സന്തോഷം കൊടുത്തു അടുത്ത വചനങ്ങൾ കൊണ്ട്. നോക്കണേ, വേറെ ആര് പോയാലും ഇത് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ഹനുമാൻ സ്വാമിയെ കൊണ്ട് മാത്രമേ പറ്റൂ. ഹനുമാൻ സ്വാമിയെ കൊണ്ട് മാത്രമേ ഇത് പറ്റൂ, വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല. അതാണ് ഫുൾ ഹനുമാൻ ഷോയാണ്. ആ ലങ്കയിലേക്ക് ചാടുന്നത് മുതൽ തിരിച്ചെത്തുന്നവരെ അതിൻ്റെ ഇടയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വേറെ ഈ ലോകത്തിൽ ആർക്കും ചെയ്യാൻ പറ്റില്ല. എന്തിനേറെ പറയുന്നു, സാക്ഷാൽ ശ്രീരാമചന്ദ്രമൂർത്തി പോലും ചെയ്യാൻ പറ്റത്തില്ല. ഹനുമാൻ സ്വാമിയെ പോലെ ഹനുമാൻ സ്വാമി മാത്രം, ഹനുമാൻ സ്വാമിയെ കൊണ്ട് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. വേണ്ടുന്നിടത്ത് ചെറുതാവുന്നു, ശക്തി പ്രദർശിപ്പിക്കുന്നിടത്ത് ശക്തി പ്രദർശിപ്പിക്കുന്നു, സീതാദേവിയുടെ മുമ്പിൽ തലകുനിക്കുന്നു, തൊഴുകുന്നു. ആ ഒരു സാഹചര്യം അനുസരിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഹനുമാൻ സ്വാമി അറിയാം. അതുകൊണ്ടല്ലേ ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ഇത്രയും പ്രിയപ്പെട്ടവനായിട്ട് മാറുന്ന ഹനുമാൻ സ്വാമി. ആ ഹനുമാൻ സ്വാമിയുടെ തൃപ്പാദങ്ങളെ നമുക്ക്
ഒരു 1000 പ്രാവശ്യം നമസ്കരിച്ചാലും കുറവാണ്. അത്രയ്ക്ക് നല്ല ഒരു ദാസൻ, ഒരു ഭക്തൻ ഭഗവാന് വേണ്ടി ഏതറ്റം പോകാനും തയ്യാറാവും. അതാണ് ഭക്തൻ. ഭഗവാനെ പോലെ ആ ശക്തിശാലിയായിട്ട് ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല. പക്ഷേ ഭഗവാന്റെ സേവനത്തിൽ ഭക്തർ ഭഗവാനെയും കടത്തിവിടുമെന്നുള്ളതാണ്. ഭഗവാനോടുള്ള സേവനത്തിൽ ഭഗവാനെയും ഭക്തർ തോൽപ്പിക്കും എന്നുള്ളതാണ്. ഭഗവാന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഭക്തർ ഭഗവാന് വേണ്ടി ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് ഹനുമാൻ സ്വാമിയെ പോലെ സേവനം ഭഗവാന് വേണ്ടി ചെയ്തിട്ടുള്ള വേറൊരു ദാസൻ ഇനി ഒരിക്കലും ഉണ്ടാവത്തില്ല. അന്നേരം എന്താണ് ഹനുമാൻ സ്വാമി പറയുന്നത് നമുക്ക് നോക്കാം. ആദിത്യ ഇവ തേജസ്വി ലോകകാന്ത ശശി യഥാ രാജാ സർവസ്യ ലോകസ്യ ദേവോ വൈശ്രവണോ യഥാ വിക്രവേണ ഉപപന്ന ച യഥാ വിഷ്ണു മഹായശ. രാമൻ്റെ ആ ഒരു തേജസ് സൂര്യവംശത്തിലായതുകൊണ്ട് ആ ഒരു സൂര്യ തേജസ്സാണ്. രാമൻ്റെ തേജസ് സൂര്യന് തത്തുല്യമാണ്. പക്ഷെ അതേ സമയത്ത് ചന്ദ്രൻ്റെ അതേ കാന്തിയുണ്ട്. കുബേരനെ പോലെ അദ്ദേഹം ജഗന്നാഥനാണ്. കുബേരൻ എങ്ങനെയാണ് എല്ലാവിധ സമ്പത്തും പിടിച്ചു വയ്ക്കുന്നത്, അതിനേക്കാട്ടി ഉപരിയായിട്ട് എല്ലാവിധ ഐശ്വര്യവും രാമൻ്റെ കൂട്ടത്തിലുണ്ട്. എല്ലാവിധ വിഷ്ണുവിനെ പോലെയുള്ള വീര്യവും രാമനുണ്ട് എന്ന് പറയുകയാണ്. ആദിത്യ ഇവ തേജസ്വി ലോകകാന്ത ശശി യഥ സത്യവാദി മധുർവാഗു. ഓർമ്മയുണ്ടോ? രാമായണം തുടങ്ങിയത് ഇങ്ങനെയാണ്. ഈ ചോദ്യങ്ങൾ വെച്ചിട്ടാണ് രാമായണം തുടങ്ങിയത്. ഓർമ്മയുണ്ടോ? അതായത് വാൽമീകി ഋഷി ചോദിക്കുകയാണ്, എല്ലാവിധ ഗുണങ്ങളും ഒരു വ്യക്തിയിലുള്ളത് ആരാണ് എന്ന് ചോദിച്ചു. അത് ചോദിച്ച ഉടനെ നാരദ മഹർഷി കിക്ക് പിടിച്ചങ്ങ് ഇരിക്കുകയാണ്. ആരാണ് ഇത്രയും ഗുണങ്ങളുള്ള വ്യക്തികൾ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് തന്നെ നാരദ മഹർഷി പിന്നെ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. കുറേ നേരത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല. കാരണം ആ വ്യക്തിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ. അതേപോലെ ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ഗുണഗണങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുവാണ്. സത്യവാദി മധുർഭാഗ ദേവോ വാചസ്പതി യഥാ രൂപവാൻ സുഭഗ ശ്രീമാൻ കന്ദർപ്പ ഇവ മൂർത്തിമാൻ. സത്യവാദിയാണ്, മധുരവാചനങ്ങൾ പറയുന്ന ആളാണ്. എല്ലാം ശുഭകരമായിട്ടുള്ള രൂപമാണ് അദ്ദേഹത്തിൻ്റെത്, ഭഗവാന്റേത്. സാക്ഷാൽ കാമദേവൻ മുന്നിൽ നിൽക്കുന്നു എന്ന് തോന്നിപ്പോവും. ബൃഹസ്പതിയെ പോലെ മധുരമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇത്രയും സുന്ദരനായിട്ട് വേറെ ആരുണ്ട്? അദ്ദേഹം മന്മഥൻ തന്നെയാണോ, കാമദേവൻ തന്നെയാണോ എന്ന് ചിന്തിച്ചു പോകും. സ്ഥാനക്രോധ പ്രഹർത്താച ശ്രേഷ്ഠോ ലോകമഹാരഥ വാഹുചായാം അപഷ്ടബ്ധോ യസ്യ ലോകോ മഹാത്മന. രാമൻ ദേഷ്യപ്പെടുന്നത് കറക്റ്റ് എപ്പോൾ ദേഷ്യപ്പെടണോ അന്നേരം തന്നെയായിരിക്കും. ഹനുമാൻ സ്വാമി പറയുന്നതാണ്, ഒരാളെ എങ്ങനെ അടിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഒരാൾക്ക് എപ്പോൾ കൊടുക്കണം അത് കറക്റ്റായിട്ട് രാമൻ അറിയാമെന്ന് പറയാം. ഇത്രയും നല്ലൊരു യോദ്ധാവിനെ ഈ ലോകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഏത് അസ്ത്രം വെച്ചിട്ട് എത്ര കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. ഈ ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു കരങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറയുകയാണ്. അവകൃഷ്യ ആശ്രമ പദാൻ മൃഗരൂപേണ രാഘവം ശൂന്യേന അപനീതസി തസ്യ ദ്രക്ഷ്യസി യത്ഫലം. ആ ഒരു മാരീചൻ്റെ ആ ഒരു വേഷം മാറി ഒരു മാനായിട്ട് വന്നു. രാമനെ ആ ഒരു കുടിയിരുത്തൽ നിന്നും ദൂരെയാക്കി. ഇതിനെല്ലാം രാവണൻ അനുഭവിക്കുന്ന സീതാദേവി അമ്മ കാണും എന്ന് പറഞ്ഞു. നചിരാത് രാവണ സമഖ്യേയോ വദിഷ്യാതി വീര്യവാൻ രോഷപ്രമുക്തേഷു ജലന്ദ്രി ഇവ പാവകൈ തേന അഹം പ്രേഷിതോ ദൂത സകാശം വിഹാഗത ത്വദ്വിയോഗേന ദുഃഖ ആർത്ഥ സത്വം കൗശലമബ്രവീത്. എങ്ങനെയാണോ ശ്രീരാമചന്ദ്രമൂർത്തി മഹാശക്തമായിട്ടുള്ള അസ്ത്രങ്ങൾ ബാണത്തിൽ നിന്ന് ആ ഒരു വില്ലിൽ നിന്ന് തൊടുത്തു വിടുന്നത്, ബാണങ്ങൾ എങ്ങനെയാണോ ആ വില്ലിൽ നിന്ന് തൊടുത്തു വിടുന്നത്, അതേപോലെ ഞാൻ രാമൻ്റെ ഒരു ബാണമാണ്. രാമൻ്റെ വില്ലിൽ നിന്ന് തൊടുത്തുവിട്ട ഒരു ബാണമാണ് ഞാൻ എന്ന് പറയുന്നു.
അന്നേരം ഹനുമാൻ സ്വാമി പറയുന്നുണ്ടോ, ഇതെൻ്റെ ഒന്നും കഴിവുകളല്ല ഞാൻ ഇത്രയും ദൂരത്ത് വന്നത്, അത് രാമൻ്റെ വില്ലിൽ നിന്ന് വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറക്കുന്നു, അത്രയേ ഉള്ളൂ. രാമൻ്റെ വില്ലിൽ നിന്ന് വന്ന ബാണമാണ് ഞാൻ, അതുകൊണ്ട് ലക്ഷ്യത്തിൽ എത്തിയേ പറ്റൂ, ലക്ഷ്യം തെറ്റിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ശ്രീരാമ ഭഗവാൻ അങ്ങയുടെ സീതാദേവിയുടെ കാണാത്തതിൻ്റെ ആ ഒരു വിഷമത്തിൽ ഒരുപാട് സീതാദേവിക്ക് സുരക്ഷിതമാണോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ലക്ഷ്മണാച മഹാതേജ സുമിത്ര ആനന്ദവർദ്ധന. ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ സീതാദേവിക്ക് സ്വന്തം മകനെ പോലെയാണ്, അത്രയ്ക്ക് സ്നേഹമാണ്. അന്നേരം ലക്ഷ്മണനെക്കുറിച്ചും സീതാദേവി എടുത്ത് പറയുകയാണ്, ലക്ഷ്മണാച മഹാതേജ സുമിത്രാനന്ദവർദ്ധന അഭിവാദ്യ മഹാബാഹു സോ അഭി കൗശലം അബ്രവീത്. ആ മഹാബാഹുവായിട്ടുള്ള ലക്ഷ്മണൻ, മഹാതേജസ്വിയായിട്ടുള്ള ലക്ഷ്മണൻ, അദ്ദേഹവും അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന അവിടുത്തെ ക്ഷേമം അന്വേഷിച്ചു, അവിടത്തേക്ക് വേണ്ടി നമസ്കാരം തന്നിരിക്കുകയാണ്. രാമസ്യ ച സഹാദേവി സുഗ്രീവോ നാമ വാനര രാജവാനര മുഖ്യാനാം സത്വം കൗശലം അബ്രവീത്. മഹാറാണിയായ സീതാദേവി, സുഗ്രീവൻ, വാനര പ്രമുഖനായിട്ടുള്ള സുഗ്രീവൻ, രാമൻ്റെ സുഹൃത്തായിട്ടുള്ള സുഗ്രീവൻ, ആ സുഗ്രീവനും അവിടുത്തെ ക്ഷേമം അന്വേഷിച്ചിരിക്കുകയാണ്. നിത്യം സ്മരതി രാമത്വാം സുഗ്രീവ സലക്ഷ്മണ ദിഷ്ട്യാ ജീവസ്യ വൈദേഹി രാക്ഷസി വശം ആഗത. സുഗ്രീവനും ലക്ഷ്മണനും ശ്രീരാമചന്ദ്രമൂർത്തിയും എപ്പോഴും അവിടുത്തെ ക്ഷേമം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാക്ഷസികളുടെ ഇടയിലാണ് അങ്ങ് ഇരിക്കുന്നതെങ്കിലും സീതാദേവി അവിടുത്തെ ഭാഗ്യം കൊണ്ട് അങ്ങ് വേറെ ആരാണെങ്കിലും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇവരുടെ ഇടയിൽ, ഞാനത് അഭിനന്ദിക്കുന്നു ദേവി എന്ന് പറയുന്നു. നചിരാത് ദ്രക്ഷ്യസേ രാമം ലക്ഷ്മണം ച മഹാരഥം മധ്യേ വാനരകോട്ടീനാം സുഗ്രീവം ച അമിത ഓജസം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രാമനെ അവിടുന്ന് നേരിട്ട് കാണും ദേവി, ലക്ഷ്മണനെയും കാണും, സുഗ്രീവനെയും കാണും, കോടിക്കണക്കിന് വാനരന്മാരുടെ സമൂഹത്തിൽ എന്ന് പറയാണ്. നചിരാത് അധികം താമസം ദ്രക്ഷ്യസേ രാമം ലക്ഷ്മണം ച മഹാരഥം മധ്യേ വാനരകോട്ടീനാം സുഗ്രീവം ച അമിത ഓജസാം. നല്ല വചനങ്ങൾ അല്ലേ. നചിരാത് ദ്രക്ഷ്യസേ രാമം ലക്ഷ്മണം ച മഹാരഥം മധ്യേ വാനരകോട്ടീനാം സുഗ്രീവം ച അമിത ഓജസാം. കൊള്ളാം അല്ലേ. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. കൃത്വാ മൂർധ്നീപദന്യാസം രാവണസ്യ ദുരാത്മനഃ ത്വം ദ്രഷ്ടും ഉപയാതോ അഹം സമാശ്രിത്യ പരാക്രമം. എൻ്റെ ശക്തിയും എൻ്റെ കാൽബലവും കൊണ്ട് ഹനുമാൻ സ്വാമിയോട് പറയുകയാണ്, എൻ്റെ ശക്തി കൊണ്ടും രാവണനെ ചവിട്ടി അമർത്തിക്കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് സീതാദേവി സന്തോഷപ്പെടുകയാണ്. പൊതുവേ എന്താ പറയുക, നമുക്കെതിരെ എന്തെങ്കിലും ദ്രോഹം ചെയ്തവർക്ക് 2 പൊട്ടിച്ചു എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാകുന്നുണ്ടോ. എന്നാൽ സീതാദേവി വളരെ നിഷ്കളങ്ക മനസ്സാണ്. അതുകൊണ്ട് സീതാദേവിക്ക് ഒരു സന്തോഷം കൊടുക്കാൻ വേണ്ടി രാവണനെ ചവിട്ടി അമർത്തിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ന അഹം അസ്മി തഥാ ദേവി യഥാ മാം അപഗച്ഛസി വിശങ്കോത്യജ്യാതാം ഏഷ ശ്രദ്ധസ്വ വദതോ മാം. കാരണം രാവണനാണെങ്കിൽ സ്വയം ഒരിക്കലും രാവണനെ കുറിച്ച് കുറ്റം പറയത്തില്ല. കാരണം ചാൻസ് ഒന്നും വിടത്തില്ല സീതാദേവിയുടെ മുമ്പിൽ എന്താ പറയുന്നത്, നല്ല പിള്ളയാവാൻ വേണ്ടി. മനസ്സിലായില്ലേ. അതുകൊണ്ട് ഇങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരിക്കലും രാവണനെ കുറിച്ച് പറയത്തില്ല. അന്നേരം ഹനുമാൻ സ്വാമി ഇങ്ങനെ പറഞ്ഞപ്പോൾ സീതാദേവിക്ക് എന്തായാലും വിശ്വാസമായിക്കണം. അതുകൊണ്ട് മഹാറാണി, ഞാൻ രാവണനല്ല, ഞാൻ പറയുന്ന വിശ്വസിക്കൂ ദേവി എന്ന് പറയുകയാണ്. സംശയമൊക്കെ മാറ്റൂ. അങ്ങനെ 34-ാമത്തെ സർഗം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 35-ാമത്തെ സർഗത്തിൽ ബാക്കിയുള്ള ശ്രീരാമ ഭഗവാന്റെ സ്വഭാവവും ആ ഒരു രൂപവും അതൊക്കെ വർണ്ണിക്കാൻ പറയുകയാണ്. അത് ഹനുമാൻ സ്വാമി വർണ്ണിക്കും. അതിനുശേഷം അടുത്ത സർഗത്തിൽ സീതാദേവിക്ക് ആ മോതിരം കൊടുക്കുന്നതാണ്. ഇതൊക്കെ കണ്ടിട്ട് സീതാദേവി വളരെയധികം സന്തോഷിക്കുകയും ചെയ്യും, ദുഃഖിക്കുകയും ചെയ്യും. അതിന് കാരണം പറയുന്നു.
എന്നിട്ട് ഹനുമാൻ സ്വാമി അടയാളമായിട്ട് എന്തെങ്കിലും തരാൻ പറയുന്നു. അങ്ങനെ ആ ഒരു അടയാളം കൊടുക്കുകയാണ്. അങ്ങനെ ഈ സീതാദേവിയും രാമലക്ഷ്മണന്മാരോട് ഒരു അഭ്യർത്ഥന സീതാദേവി കൊടുക്കുകയാണ്. അന്നേരം ഹനുമാൻ സ്വാമി സീതാദേവിയെ ആശ്വസിച്ചതിന് ശേഷം ഇനിയാണ് കളികൾ എല്ലാം ഉറപ്പിച്ചു. ഇനി ഹനുമാൻ സ്വാമി എത്രയും ദൂരത്ത് വന്നിട്ട് രാവണനെ കാണാതെ പോകുന്നത് വളരെ മോശമല്ലേ? അല്ലേ? വളരെ മോശമാണ്. കാരണം പാവം എന്തുമാത്രം വിഷമിക്കും ഹനുമാൻ സ്വാമി കണ്ടില്ലെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ട് ഹനുമാൻ സ്വാമി ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് പാവം രാവണനെ കാണാതെ പോകുന്നത് വളരെ മോശമാണ്. അദ്ദേഹം ഒരുപാട് വിഷമിക്കും. അതുകൊണ്ട് ഒന്ന് മുഖം കാണിച്ചിട്ട് പോവാം എന്ന് ഹനുമാൻ സ്വാമി വിചാരിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ പിന്നെ ഇവർക്ക് ഈ ഉദ്യാനമൊക്കെ നല്ല രീതിയിൽ നോക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് എനിക്കറിയാം ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ശരിയാക്കി പാവത്തിന് എന്തെങ്കിലും രാവണന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സേവനം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഉദ്യാനമൊക്കെ നല്ല ഭംഗിയായിട്ട് ഹനുമാൻ സ്വാമി റെഡിയാക്കി കൊടുക്കും. അല്ലേ? നല്ലൊരു ഗാർഡനർ എങ്ങനെയാണോ ഗാർഡൻ നല്ല രീതിയിൽ റെഡിയാക്കി കൊടുക്കേണ്ടത്, അതേപോലെ ഹനുമാൻ സ്വാമി എല്ലാം നല്ല വൃത്തിയായിട്ട് കുറേ വർക്ക് അവിടെ ചെയ്തു കൊടുക്കും. അതിൻ്റെ ഇടയിൽ അറിയാതെ ആരൊക്കെയോ മരിച്ചു വീഴുന്നു. അതിനൊന്നും ഹനുമാൻ സ്വാമി ഉത്തരവാദിയല്ല. അല്ലേ? കുറേ പേര് എങ്ങനെയൊക്കെയോ ബോധം കേട്ടു, അത് കുറേ ആൾക്കാർ മരിച്ചു വീണു. അതിനൊക്കെ ഹനുമാൻ സ്വാമി ഒന്നും ചെയ്തില്ല, പാവം. അല്ലേ? അങ്ങനെ എന്തോ ഇതൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ സംഭവിച്ചു. അതിന് പാവം ഹനുമാൻ സ്വാമി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലേ? പിന്നെ അങ്ങോട്ട് ഇത് ചെയ്തപ്പോൾ എന്തൊക്കെയോ അറിയാതെ വാലിൽ തീ പിടിച്ചു. എന്നിട്ട് തീ പിടിച്ചിട്ട് ലങ്ക മുഴുവൻ കത്തിപ്പോയി. അത് പാവം ഹനുമാൻ സ്വാമി എന്തെങ്കിലും ചെയ്തതാണോ? ഒന്നും ചെയ്തതല്ല. പാവം ഒന്നും അറിയാതെ ഇതൊക്കെ എങ്ങനെ എല്ലാം വളരെ പടപടാന്ന് നടന്നു. പാവം ഹനുമാൻ സ്വാമി ഒന്നും അറിഞ്ഞതേ ഇല്ല. അല്ലേ? അദ്ദേഹം ആ ഒരു പാവം രാവണനെ ഒന്ന് കാണണം. അല്ലേ? എന്നിട്ട് ഹലോ ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇനിയും കാണണം എന്ന് പറഞ്ഞിട്ട് അവിടെ പോകും. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് നമുക്ക് ഉച്ചയ്ക്ക് ഹനുമാൻ സ്വാമി ഒന്നും അറിയാതെ യുദ്ധമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട്, അല്ലേ? പാവം നമ്മൾ അങ്ങനെയൊന്നും വേണ്ട, വളരെ മോശം ഒന്നും, അല്ലെങ്കിൽ സീതാദേവി ഇത്രയും നല്ല രീതിയിൽ സംരക്ഷിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനമായിട്ടൊക്കെ ഇത്രയും നല്ല രീതിയിൽ കാട്ടിലാകുമ്പോൾ പല പല രാക്ഷസന്മാർ സീതാദേവിയെ വിഷമിപ്പിക്കും. ഇത്രയും ഭംഗിയായിട്ട് ഒരു വിഷമവും കൊടുക്കാതെ സീതാദേവി ഇത്രയും സന്തോഷത്തോടുകൂടി ഇനി ഇത്രയും ദിവസം നിർത്തിയില്ലേ? അല്ലേ? അതിന് നല്ല ഗിഫ്റ്റൊക്കെ ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഹനുമാൻ സ്വാമി രാവണനെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിന് ഇത്രയും സീതാദേവി ദ്രോഹിച്ചതല്ല, ഇത്രയും നല്ല രീതിയിൽ സീതാദേവി നോക്കിയതിന് എന്തെങ്കിലും പ്രത്യുപകാരമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് ഹനുമാൻ സ്വാമി വിചാരിച്ചിരിക്കുകയാണ്. അന്നേരം പാവ ഹനുമാൻ സ്വാമി എന്തൊക്കെയാണ്, അല്ല അദ്ദേഹം ഇത്രയല്ലേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. പാവ ഒറ്റയ്ക്കല്ലേ, ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് പോകാം. അത് തന്നെ, ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് ഹലോ ഹൗ ആർ യു എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നില്ലേ? ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടുന്ന് കുറച്ച് പേര് വരുന്നുണ്ട് നിങ്ങൾക്കായിട്ട് കുറേ ഗിഫ്റ്റുകൾ തരാനായിട്ട്. എന്നാലും എൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയൊക്കെ പറ്റൂ. ഞാൻ വെറും ഒരു പാവം ദൂതനാണ്. അന്നേരം ഇത്രയൊക്കെ അങ്ങ് ഭംഗിയായിട്ട് ചെയ്തു എന്ന് നല്ല രീതിയിൽ കുറേ രാവണന് ഒരുപാട് സന്തോഷവും സമാധാനവും സംതൃപ്തിയും കൊടുക്കുന്ന നല്ല വചനങ്ങൾ പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമി തിരിച്ച് ഫ്ലൈറ്റ് കയറി പോകാൻ. അതുകൊണ്ട് എനിക്ക് വളരെ എക്സൈറ്റഡ് ആണ് ഹനുമാൻ സ്വാമിയുടെ ഇനിയുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട്. സുന്ദരകാന്ഡത്തിൻ്റെ പ്രധാന സെക്ഷനാണ്, നമുക്ക് ഉച്ചയ്ക്ക് ചർച്ച ചെയ്യാം. നിങ്ങളാരും വന്നില്ലെങ്കിലും ഞാൻ എൻജോയ് ചെയ്ത് മദൻ ഗോപാലിൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോയത്. നമ്മൾ രണ്ടും വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാരണം ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതിനെക്കാട്ടിയും ഭഗവാന്റെ ഭക്തൻ ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഭഗവാന് ഭയങ്കര ത്രില്ലാണെന്നുള്ളതാണ്. ഭക്തർക്ക് എപ്പോഴും ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ ത്രില്ലാണ്. പക്ഷേ ഭഗവാന് ഏറ്റവും ഇഷ്ടം ഭക്തരെക്കുറിച്ച് കേൾക്കുന്നതാണ്. അന്നേരം ഇനിയുള്ള കാര്യങ്ങൾ ഈ സുന്ദരകാന്ഡം മദൻ ഗോപാൽ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ത്രില്ലടിച്ചിരിക്കുകയാണ് അദ്ദേഹം. അന്നേരം ഉച്ചക്കലത്തെ ഭാഗം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇനി അങ്ങോട്ടുള്ള ഹനുമാൻ സ്വാമിയുടെ പരിപാടികൾ, അല്ലേ? അന്നേരം അതൊക്കെ നമുക്ക് നോക്കാം. ഉച്ചയ്ക്ക് 2 മണിക്ക് എല്ലാവരും വരണം. ഹനുമാൻ സ്വാമി കി ജയ്, ശ്രീരാമചന്ദ്രമൂർത്തി കി ജയ്, സീതാമയ്യ കി ജയ്, ലക്ഷ്മണ ഭരത ശത്രുഘ്ന സ്വാമി കി ജയ്. നിതായ് ഗൗർ പ്രേമാനന്ദേ ഹരി ബോൾ.